അനുഗ്രഹീതവും ശക്തവും ആധികാരികവുമായ യേശു കർത്താവിൻ്റെ വാക്കുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കങ്ങൾ ഏകദേശം പരിചിതമാണ് എന്നൊരു സത്യമാണ്. കാരണം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയേറെ സുവിശേഷ യോഗങ്ങൾ നടക്കുന്ന സ്ഥലം വേറെയുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ നമ്മളുടെ ബ്രദറൻ സഹോദരങ്ങളുടെ ഒരു യോഗം നടക്കുന്നതായിട്ട് നോട്ടീസിലൂടെ അറിയാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒരു വർഷം 10,000 യോഗങ്ങൾ, ചെറുതും വലുതുമായ അനവധി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. മലയാള സമൂഹം അല്ലെങ്കിൽ കേരളീയർ പൊതുവെ സുവിശേഷത്തോട് ഒരു തുറന്ന മനോഭാവം കാട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിൽ പ്രസംഗിക്കുക എളുപ്പവുമാണ്. ആളുകൾക്ക് കാര്യം ബോധ്യം വരത്തക്ക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമൊക്കെയായ ഒരു ആധികാരികത, പ്രബുദ്ധത മലയാളികൾക്കുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഭൂതകാലം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏറെ സാംസ്കാരിക അഭിവൃദ്ധി പ്രാപിച്ചൊരു ജനത ആയിരുന്നു ജൂതന്മാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ലോകപ്രസിദ്ധങ്ങളായ ചില സംസ്കാരങ്ങളുമായി ഉരസി അല്ലെങ്കിൽ കർഷണത്തിലേർപ്പെട്ട്, സമ്പർക്കത്തിലേർപ്പെട്ട് അവർക്ക് അറിവ് സിദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ബാബിലോണ്യരുമായി അവരിടപഴകിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പൗരാണിക സംസ്കാരമാണ് മെസപ്പൊട്ടേമിയയുടേത്. രണ്ടാമത് വിശ്വപ്രസിദ്ധമായ പേർഷ്യൻ സംസ്കാരം ഇന്നും അതിൻ്റെ വേരുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും അത് രൂപപ്പെട്ട ഇറാനിലുമൊക്കെയായി കിടക്കുന്നു. ഏകദൈവത്തെക്കുറിച്ചുള്ള പൗരാണിക വെളിപ്പാടുള്ള ഒരു സമൂഹവുമായും അവരിടപഴകി. ബഹുദൈവ ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിരുന്ന ഗ്രീക്കുകാരുമായും യഹൂദന്മാർ ഇടപഴകി. പാഗൻ മതാധിഷ്ഠിതമായ ആരാധന രീതികളിലൂടെ കടന്നുപോകുന്ന, വേണ്ടത്ര ആത്മീകതയിൽ സംസ്കാരചിത്തരല്ലാത്ത റോമക്കാരുമായും ഇടപഴകി. അസീറിയന്മാരെന്നറിയപ്പെടുന്നൊരു കമ്മ്യൂണിറ്റിയുമായി അവർ ഇടപഴകിയിട്ടുണ്ട്. പ്രേതങ്ങളെ ആരാധിക്കുന്ന ഈജിപ്തുകാരുമായി അവർ നൂറ്റാണ്ടുകൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവയോടെല്ലാം ചേർന്ന്, അവയോടെല്ലാം പൊരുതി, അവയുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ സംവാദങ്ങളിൽ ഏർപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഒരാത്മീകതയായിരുന്നു ജൂതൻ്റെത്. ജൂതന്മാർ പൊതുവെ വിഷയങ്ങളെ കണ്ടിരുന്നത് വികാരപരമായിട്ടല്ല, വസ്തുതാപരമായി തന്നെയാണ്. അതുകൊണ്ട് അവരെ സുവിശേഷം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു ദൗത്യം ഒരല്പം പ്രശ്നമാണ്. രണ്ടാമതായിട്ട് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യ കാലയളവിൽ നേരിടേണ്ടി വന്ന അടുത്തൊരു സമൂഹം ഗ്രീക്കുകാർ തന്നെയാണ്. കാരണം അന്ന് ഗ്രീക്ക് ചിന്തയ്ക്ക് അതിൻ്റെ ബലവും ശക്തിയുമൊക്കെ ഉണ്ട്. അതുതന്നെ 2 രൂപത്തിൽ കാണാം ബൈബിളിൽ. പിന്നീട് രാജ്യം ഭരിച്ചിരുന്ന റോമക്കാരാണ്. ആയുധശക്തിയുള്ള, നിയമസംഹിതകളുള്ള, കോടതി സംവിധാനങ്ങൾ ഏറ്റവും ആധികാരികമായിട്ടുള്ള, അപ്പോൾ തന്നെ ആധ്യാത്മികതയിൽ തീരെ വിഭിന്നമായ, വേണ്ടത്ര സംസ്കാരചിത്തരല്ലാത്ത ഒരു സമൂഹമായിരുന്നു അവർ. ഇവരൊക്കെ പടപൊരുതി സുവിശേഷത്തെ സ്ഥാപിക്കണം. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട. അത് കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിച്ചോ, അത് കാണണം. കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അങ്ങനെയാണത്. മനസ്സിലായോ മക്കളെ? അത് കാണാൻ പാകത്തിന് ചെയ്തത് നിങ്ങൾ പ്രയോജനമുള്ള ഒന്നും ഒഴിവാക്കാതെ അങ്ങനെയാണത് ക്രമീകരിക്കുന്നത്. പിടികിട്ടിയോ? എന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് ബാക്കി വിഷയത്തിലേക്കൊന്ന് പോകണം.
പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരുന്നിട്ട്. എന്തായിരുന്നു ആദ്യകാല സുവിശേഷകർ നേരിട്ട പ്രതിബന്ധം എന്നറിയണ്ടേ? അവരുടെ ആകെ ഉള്ളത് യേശുക്രിസ്തുവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. അവർക്ക് പണമില്ല, വേണ്ടി വന്നാൽ കാര്യാദികൾ ചെയ്യാൻ ഭാഗത്തിനൊരു ഹെഡ് ക്വാർട്ടറില്ല. അവരുടെ നായകൻ കർത്താവായ യേശുക്രിസ്തു ഉലകം വിട്ടു പോകുമ്പോൾ അവരുടെ ട്രഷറി ഏതാണ്ട് ഒഴിഞ്ഞു കിടന്നു. ട്രഷറർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പൈസ ഇല്ല. ഈ ഗുരു തന്നെ സഞ്ചരിക്കാൻ ഒരു കഴുതയെ കടം വാങ്ങുകയായിരുന്നു. അടക്കപ്പെടാൻ ഒരു കല്ലറ കടം വാങ്ങുകയായിരുന്നു. ഇല്ലായ്മയുടെ പ്രാരാബ്ദങ്ങളുടെ നടുവിലേക്ക് വേണ്ടത്ര അറിവും പ്രാപ്തിയുമില്ലാത്ത ഒരു ലീഡർഷിപ്പാണ് പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഉള്ളത്. അവരുടെ പക്കലേക്ക് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള ഒരു സന്ദേശം ഒഴികെ, അത് പറയാനുള്ള ആർജവവും അത് പറയാനുള്ള ആത്മനിയോഗവും ഒഴികെ മറ്റൊന്നുമില്ലാതെ ഇഹലോകം വിട്ടുപോയ ഒരു ഗുരു. ആ ഗുരുവിൻ്റെ സന്ദേശം പക്വമതികളല്ലാത്ത, വേണ്ടത്ര അനുഭവസിദ്ധിയില്ലാത്ത സാധുക്കളായ കുറേ മനുഷ്യരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകം മുഴുവൻ, ഭൂമിയുടെ അറ്റം വരെ എൻ്റെ സാക്ഷികളാകും. ആ ഒറ്റ വാക്ക് മതി മുമ്പ് പറഞ്ഞ എല്ലാ അപര്യാപ്തതയും പരിഹരിക്കാൻ. അറിവിൻ്റെ കുറവ്, ധനപരമായ കുറവ്, പരിശീലനത്തിൻ്റെ കുറവ്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഒന്നും പരിഗണിക്കാതെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂമിയിൽ എവിടൊക്കെ മനുഷ്യ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ പോയി പ്രസംഗിച്ച് ഈ വചനത്തിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വാഗ്ദത്തം അവരുടെ മീതെ ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം നമ്മുടെ മേലുമുണ്ട്. അതുകൊണ്ടാണ് പാട്ടുപാടിയും പ്രസംഗിച്ചും നമ്മൾ ഈ മഹാസന്ദേശത്തിൻ്റെ സാക്ഷികളായിത്തീരുന്നത്. അതുകൊണ്ട് നാം ജീവിതത്തിൽ അറിഞ്ഞ സുവിശേഷത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധവുമായ ആ സന്ദേശത്തിൻ്റെ സാരാംശം യാതൊരു കലർപ്പും കൂടാതെ ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ ഈ ദേശത്തോട് പുനരാവിഷ്കരിക്കണം. നമുക്കൊരുമിച്ച് യേശുവിനെ ദേശത്തുയർത്തണം. ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ പ്രാഥമികമായി ഇങ്ങനെ വിശദീകരിക്കട്ടെ: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്നൊരാൾ തന്നെയാണ് സുവിശേഷം. സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ നേഷൻ, ബട്ട് ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ. ഒരു മനുഷ്യനാണ് പുതുനിയമത്തിൻ്റെ ഉള്ളടക്കം. സാറിനൊരു പുസ്തകമുണ്ട്, ക്രൂശിലെ ആ മനുഷ്യൻ. അതിപ്പോഴുണ്ടോ? അത് പണ്ടുണ്ടായിരുന്നു. വിപണിയിലില്ലാത്തൊരു ബുക്കാണ്. അത് റീപ്രിൻ്റ് ചെയ്താൽ കൊള്ളാം. കാരണം ഈ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ ഹിസ്റ്ററിയൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പാകത്തിനുള്ള ഒരു പഴയ ഗ്രന്ഥം. അപ്പോൾ ആ പേര് തന്നെ ക്രൂശിലെ ആ മനുഷ്യൻ. എങ്ങനെയാണ്? അപ്പോൾ ക്രൂശിലെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയണം. ആദിമകാല ക്രിസ്ത്യാനിത്വം നേരിട്ട പ്രതിസന്ധി. അവരുടെ കയ്യിൽ ക്രിസ്തുവിൻ്റെ ചിത്രമില്ല, ഐക്കണുകളൊന്നുമില്ല. ഇത് പറഞ്ഞ് ആവിഷ്കരിക്കാൻ പാകത്തിനുള്ള ഒരു സംവിധാനവുമില്ല. മറുവശത്ത് കേൾക്കാൻ നിൽക്കുന്ന കരുത്തന്മാർ ജൂതന്മാരാണ്, രണ്ടാമത് ഗ്രീക്കുകാരാണ്, മൂന്നാമത് റോമക്കാരാണ്. ഈ മൂന്ന് തരം ആളുകളിൽ നിന്ന് 4 രൂപത്തിൽ അവരോട് പ്രതിവാദം നടത്തിക്കൊണ്ടാണ് 4 സുവിശേഷങ്ങൾ ബൈബിളിൽ എഴുതുന്നത്. അതിൽ മത്തായി എന്ന മനുഷ്യൻ ശ്രമിച്ചത്, ജൂതന്മാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മശിഹ കർത്താവായ യേശുക്രിസ്തുവാണ്, അവിടുന്ന് രാജാതി രാജാവാണ് എന്നുള്ള സ്ഥാപിക്കലാണ്. അതിനുവേണ്ടി മത്തായി എന്ന മനുഷ്യനെ ഉപയോഗിച്ച ദൈവത്തിൻ്റെ വിധങ്ങൾ ഞാൻ ഓർത്ത് അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ കാരണം കൂടി പറയാം. മത്തായി സത്യത്തിൽ കണക്ക് കൈകാര്യം ചെയ്ത്, പണം കൈകാര്യം ചെയ്ത് ശീലമുള്ളൊരു മനുഷ്യനാണ്. പണം കൈകാര്യം ചെയ്യണമെങ്കിൽ അതിയായ കഴിവ് വേണം, നല്ല ബുദ്ധിശക്തി വേണം. ആ പണം കൈകാര്യം ചെയ്തതിലും പ്രയാസമാണ് ആ കണക്കൊന്ന് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ടാണ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ചിലരോട് കണക്ക് ചോദിച്ചാൽ പറയും, എനിക്ക് പ്രഷറുള്ളതാണ്, നിങ്ങളെന്നെ ഒത്തിരി ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്,
പ്രഷറുണ്ടായിട്ട് കാര്യമില്ല. നാട്ടുകാരൻ ചോദിക്കുമ്പോൾ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോഴത് യുവതയ്ക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഒറ്റിക്കൊടുത്താൽ മാത്രമല്ല എൻ്റെ പ്രശ്നം, ആൾക്കാർ കണക്കും ചോദിക്കും പെട്ടെന്ന് യേശു പോയി കഴിഞ്ഞ്. രണ്ടും കൂടെ ആയപ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്ത്. ഈ കണക്ക് കൂട്ടി കാര്യങ്ങൾ തെളിയിക്കുക വലിയ പാടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം പണം ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലവാക്കി. സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരല്ല കേട്ടോ, ഒത്തിരി പേര് ചിലവാക്കി. ഈ പണം വല്ലാതെ ചിലവാക്കിയിട്ട് ലാസ്റ്റ് കണക്കെഴുതിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് എത്ര എഴുതിയിട്ട് ഈ ചിലവ് ശരിയായി വരുന്നില്ല. അപ്പം യാത്രാബത്ത ഇത്ര, ദിനബത്ത ഇത്ര എഴുതിയിട്ടൊന്നും തീരുന്നില്ല. അവസാനം മേലുദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്നു സാറേ, നമ്മൾ ചിലവാക്കി, പക്ഷേ എന്നാ എഴുതിയിട്ടും അങ്ങോട്ട് ഒത്തു വരുന്നില്ല കണക്ക്. മേലുദ്യോഗസ്ഥൻ എടുക്കാനായിരുന്നു. കാരണം ഈ തസ്തിയിലൊക്കെ ഇരുന്ന് പ്രൊമോഷൻ കിട്ടി ഇതുപോലെ ആയ ആളാണ്. അപ്പോൾ പണി അറിയാൻ ശരിക്കും. പുള്ളിക്കാരൻ പറഞ്ഞാൽ ബാക്കി തുകയെല്ലാം അപ്പുറത്ത് എഴുതി, ഇവിടെ എഴുതാനുള്ള ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു. ബാക്കി തുകയെല്ലാം കൂടി എഴുതി. അപ്പോൾ ദിനബത്ത വന്നു, യാത്രാബത്ത വന്നു, അത് അലവൻസ്, അതാണ് ഈ ബത്ത. മലയാളം ചിലത് രസകരമാണ് ആ പദം. പുള്ളിക്കാരൻ ലാസ്റ്റ് ഈ അവശേഷിച്ച തുകയുടെ ഇപ്പുറത്തെഴുതി ബത്തയ്ക്കുള്ള കിത്ത ഇത്ര രൂപ. പരിഹസിച്ചല്ല, മത്തായിയെ പറ്റി പറയാൻ വന്ന. മത്തായി നല്ല ഭാവനാസമ്പന്നനായ ഒരു എന്താ പറയുക, കൊമേഴ്സൊക്കെ പഠിച്ച ആളാണ്. കൊമേഴ്സ് പഠിച്ചൊരു കൂടെ കാണും. കൊമേഴ്സ് പഠിച്ചൊരു നല്ല ബുദ്ധിമാന്മാരാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഈ കൊമേഴ്സിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് കാലോചിതമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വേണ്ടാത്ത സബ്ജക്റ്റാണ്. വർഷങ്ങൾക്കപ്പുറത്ത് പഠിച്ച കൊമേഴ്സാണ് ഇപ്പോഴും. കാരണം അത് ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് അതാണ് ഇന്നും പഠിക്കുന്നത്. പണ്ടത്തെ കൊമേഴ്സാണ് ഇപ്പോഴും പഠിക്കുന്നത്. കമ്പ്യൂട്ടർ വന്നു എന്നൊരു വ്യത്യാസമുള്ളൂ. സബ്ജക്റ്റില്ല, അതൊക്കെ തന്നെയാണ്. അപാരമായ ബുദ്ധിശക്തിയുള്ള ആൾക്കാരാണ് കൊമേഴ്സ് പഠിക്കുന്നത്. ബി കോംകാരൊക്കെ ഉണ്ട്, കൈ ഉയർത്തണ്ട, അത് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം കൂടെ പറയാം. കുഴപ്പം ഈ സാഹിത്യം വഴങ്ങാൻ പ്രയാസമാണ്. സാഹിത്യം വഴങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. സുമാർ അഴീക്കോടും ഒക്കെ ബി കോം കഴിഞ്ഞിട്ട് എം എക്ക് പോയ ആളാണ്. അപൂർവം ചിലരല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാഹിത്യം വഴങ്ങാൻ പ്രയാസമുണ്ട്. തന്നെയുള്ള കൊമേഴ്സുകാരുടെ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും സാറേ. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിങ് ഗുഡ്സ് ഫ്രം. ഇത് കേട്ടാൽ സാഹിബ് ചോദിക്കും, എൻ്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും തമ്മിൽ നല്ല സിമിലർ ആയിട്ടുണ്ടല്ലോ, ഏത് ഭാഷയാണിതെന്ന് ചോദിക്കും. ഇങ്ങനെ തൊലി പൊളിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഈ പണി അറിയാവുന്ന മത്തായിക്ക് വാസ്തവത്തിൽ കൊടുക്കേണ്ട ട്രഷററുടെ ജോലിയാണ്. യേശു ഏൽപ്പിച്ച ജോലി സുവിശേഷം എഴുതാൻ, സാഹിത്യം എഴുതാൻ. കട്ടിപ്പണിയല്ലേ. അതിൽ നിന്നൊരു കാര്യം പഠിച്ചോ, അറിയാവുന്ന ജോലി നമുക്ക് കർത്താവ് തരികയില്ല. അറിയാൻ പറ്റാത്ത പണിയാണ് തരുന്ന. കാരണം അവസാന നിമിഷത്തിലും ഒരു ഭയം വേണം നമുക്ക്. പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ തത്രപ്പാട് വേണം. മക്കളെ, നിങ്ങൾ പാടുന്നത് പാട്ടറിയാൻ കൊണ്ടുകൊണ്ടല്ല, യേശു ഏൽപ്പിച്ചുകൊണ്ടാണ്. ഞാൻ പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ടല്ല, യേശു ഏൽപ്പിച്ചുകൊണ്ടാണ്. അറിയാൻ പാടില്ലാത്തൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മത്തായി എഴുതിക്കൊണ്ട് വരുമ്പോൾ തിരുവഴുത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഓൾഡ് ടെസ്റ്റമെൻ്റ് വായിച്ച് പഠിച്ച് ഗ്രഹിച്ചിട്ട് 38 തവണ പറയാണ്, തിരുവഴുത്തു നിവൃത്തിയാകുവാൻ സംഗതി വന്നു. തിരുവഴുത്തിൻ്റെ നിവൃത്തി അത് കണ്ടുപിടിച്ചത് ഈ മനുഷ്യനാണ്. പഴയ നിയമത്തിൽ നിന്ന് അവിടെ പ്രതിപാദിക്കുന്ന വ്യക്തിയാണ് നസ്രയനായ യേശു എന്ന് സ്ഥാപിച്ചു. മാർക്കോസ് അല്പം സമ്പന്നനായ മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് 120 പേരൊക്കെ വന്നാൽ ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കാൻ പാകത്തിന്, വീട് വലുത്, കൊടുക്കാൻ നല്ല മനസ്സ്. മറ്റൊരു ചരിത്രം പറയുന്നത് ഈ ഗെത്സമന തോട്ടം ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തമാണെന്ന് അപ്പൻ്റെ ആയിരുന്നാണ്. അതിന് സാധ്യതയുണ്ട്. കാരണം ഇത് വളരെ അടുത്താണ്. ഒരു കിദ്രോൻ തോട് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയാൽ മതി. ധാരാളം വേലക്കാർ, ചുറ്റുപാടുകൾ, ജീവിത സൗകര്യങ്ങളുള്ള ഈ മനുഷ്യൻ യേശുവിനെ അവതരിപ്പിക്കുന്നതും താൻ ആയിത്തീരാൻ ശ്രമിക്കുന്നതും ദാസൻ എന്ന നിലയിലാണ്. സെർവൻറ്റ്. ഉദാഹരണങ്ങളെല്ലാം ദാസനും യജമാനനും എന്ന നിലയിലാണ്. അതിൻ്റെ കാരണം അന്ന് രാജ്യത്ത് നിലനിന്നിരുന്ന റോമൻ വ്യവസ്ഥയിൽ ദാസനും യജമാനനും തമ്മിലുള്ള അടിമ ഉടമ കലഹം നിലനിൽക്കവേ അതിൻ്റെ ഏകദേശം ഇരകളായ ജൂതന്മാർ അടിമകളായി കഴിയുമ്പോൾ
നിങ്ങൾ സേവിച്ച റോമൻ ഭരണകൂടം നിങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ ഇവിടെ ഇതാ നല്ലൊരു യജമാനൻ, സ്നേഹമുള്ളൊരു യജമാനൻ, പരിഗണിക്കുന്ന യജമാനൻ. ആ യജമാനൻ്റെ സേവയാണ് മാർക്കോസിന് സുവിശേഷം. ഇനി മൂന്നാമത്തെ ആൾ വൈദ്യനാണ്. ആരോഗ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രാഥമിക കാലം നമ്മുടെ ഹിപ്പോക്രാറ്റസ് എന്നറിയപ്പെടുന്ന വൈദ്യനിൽ നിന്നാണ് ആധുനിക വൈദ്യം. അരിസ്റ്റോട്ടിൽ ഒരു ഡോക്ടറായിരുന്നെന്നാണ്. AD 100 ജീവിച്ചിരുന്ന ഗാലൻ എന്നൊരു വൈദ്യനുണ്ട് ഗ്രീസിൽ. മരുന്നുകളുടെ ലോകം. അതുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് പഠിക്കുന്ന പകുതി കാര്യങ്ങളും ബൈബിളിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഈ നിങ്ങൾ പഠിക്കുന്ന ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ പറയില്ലേ, ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോയി. കണ്ണ് എന്നതിൻ്റെ ഗ്രീക്ക് വേർഡ് ബൈബിളിൽ കിടക്കുന്ന ഒഫ്താൽമോസ് ആണ്. വീണ്ടും ഉണ്ട്, ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. വെളിപ്പാട് ദിവസം പറയുന്നത്, എനിക്ക് നിൻ്റെ നെഫ്രോണും കാർഡിയായും അറിയാം. കാർഡിയ നെഫ്രോൺ, കാർഡിയ കായ് നെഫ്രോൺ, ഇതെല്ലാം അറിയാവുന്ന ദൈവം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഇതിനകത്തുള്ള സാധനമാണ്, തിരുവെഴുത്തിലുള്ളതാണ്. വീണ്ടും വരട്ടെ, ഈ ഗ്രീക്കുകാരോട് അവർ ജീവിതത്തിൽ ഇതുവരെ ആരോഗ്യത്തിൻ്റെ സുസ്ഥിരതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയും കാണാതിരിക്കുമ്പോൾ യഥാർത്ഥ വൈദ്യൻ കാൽവറി ക്രൂശിൽ വികസിപ്പിച്ചെടുത്ത അവിടുത്തെ രക്തം കൊണ്ട് രൂപപ്പെടുത്തിയ റിയൽ വാക്സിൻ പാപത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ എഴുതിയതാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ. യോഹന്നാൻ ഒരേ ഘട്ടത്തിൽ ഗ്രീക്കുകാരോടും പേർഷ്യൻ ചിന്ത പഠിച്ചവരോടും പോരാടുമ്പോൾ ഈ 4 പേരുടെ ശേഷി നിങ്ങൾ പഠിക്കണം. ഒരു കലാലയത്തിൻ്റെ പടിത്തിണ്ണ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത സാമാന്യ മനുഷ്യനായ യോഹന്നാനെ കൊണ്ട് ഗ്രീക്ക് ചിന്തകളുടെ മുഴുവൻ നടുവൊടിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറഞ്ഞ് അവരെ പൂർവികർ കണ്ടെത്തിയ ലോഗോസ് എന്ന ചിന്ത ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കുന്നു എന്ന് സ്ഥാപിച്ച് പേർഷ്യക്കാർ വെളിച്ചത്തെക്കുറിച്ച് കണ്ടെത്തിയ ആ കാഴ്ചപ്പാടുകളെ ഒക്കെ വെല്ലുന്ന സാക്ഷാലുള്ള വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്ന് പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ചത് പഠിപ്പില്ലാത്ത സാധാരണ മനുഷ്യനായ യോഹന്നാൻ. ഇതിൻ്റെ പേരാണ് കൃപയെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം അതിൻ്റെ വ്യാപനം നിർവഹിക്കുന്നത് മാനുഷികമായ കരം കൊണ്ടല്ല, അതിൻ്റെ കരുത്ത് കൊണ്ടൊന്നുമല്ല, കൃപയാൽ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൃപയാലത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ മത്തായിയും മാർക്കോസും ലൂക്കോസും എഴുത്തുകൊണ്ടും പത്രോസിനെ പോലുള്ളവർ പ്രസംഗം കൊണ്ടും മറ്റ് അന്ത്രയോസിനെ പോലെയുള്ള ആളുകൾ വ്യത്യസ്തമായ പ്രവൃത്തികൾ കൊണ്ടും ഉഴുതുമറിച്ച് റോമൻ സാമ്രാജ്യം മുമ്പോട്ട് വെച്ച, ഗ്രീക്ക് തത്വചിന്ത മുമ്പോട്ട് വെച്ച, ജൂത സമൂഹം മുമ്പോട്ട് വെച്ച എല്ലാ പ്രതിസന്ധികളെയും ഇളക്കി മറിച്ച് ഉഴുതുമറിച്ചിട്ട മണ്ണിലൂടെ മറ്റൊരു പോരാളിയെ ദൈവം കണ്ടു. ഉഴുതുമറിച്ച മണ്ണിനെ സമ്പന്നമാക്കാൻ കാലമേറെ കഴിഞ്ഞ ആ മനുഷ്യൻ പറയുക, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം. വാസ്തവത്തിൽ സുവിശേഷം അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവർ ഉപയോഗിച്ചുകൊണ്ട് ദൈവം അതിൻ്റെ വ്യാപനത്തിന് ശ്രമിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിലും ഈ സുവിശേഷമെത്തി. ആ സുവിശേഷം എത്തിയിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ വെളിച്ചവുമെത്തി. അന്ധവിശ്വാസങ്ങൾ ചെറുക്കപ്പെട്ടു. എല്ലാത്തരം ദുർമാർഗങ്ങളെയും ചെറുക്കാൻ, മാനവികതയുടെ ഉയർന്ന തലങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആ സുവിശേഷത്തിനാണ് ഉലകത്തിൽ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും സുവിശേഷത്തെ ഉൾക്കൊണ്ടുവരുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ഇത് മതപരിവർത്തനമാണ്. ഞാൻ സുഹൃത്തുക്കൾ ഒരു കാര്യം പറയാം. ലോകത്ത് തന്നെ മതപരിവർത്തനത്തെ ഏറ്റവും അധികം എതിർത്ത ആൾ ഞങ്ങളുടെ ഗുരുവായ യേശു ക്രിസ്തുവാണ്. ആ പദം തന്നെ ഉണ്ട് ബൈബിളിൽ. നിങ്ങൾ കാടും മലയുമൊക്കെ കടന്ന് ആളുകളെ പോയി മതം മാറ്റി ഇരുട്ടി നരയോഗ്യരാക്കുന്ന ആളുകളെ നോക്കിയിട്ട് വിളിച്ച് കപടഭക്തരെയെന്ന്. അപ്പോൾ കർത്താവ് വെറുക്കുന്നൊരു പണിയാണ് മതം മാറ്റം. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ഞാൻ മതം മാറ്റത്തെ അനുകൂലിക്കുന്ന ഒരാൾ. അത് വേറൊന്നുകൊണ്ടല്ല. എങ്ങനെയാണ് മതം മാറ്റത്തെ അനുകൂലിക്കുന്നത് ചോദിച്ചാൽ, പൗരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 19 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ അവൻ്റെ അവകാശമാണ്. ഒരുവന് രാവിലെ ഹിന്ദുവായും ഉച്ചയ്ക്ക് മുസ്ലിമായും പിന്നെ ക്രിസ്ത്യാനിയായും ഇടയ്ക്ക് നിരീശ്വരനായും ഒക്കെ ഇരിക്കാനുള്ള അവകാശം തരുന്ന, ഇതൊന്നും വേണ്ടെന്ന് പറയാനൊക്കെ അവകാശം തരുന്ന ഒരു ഭരണഘടന സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടെ. മനസ്സിലായില്ലേ? ആ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ബൈബിളും അതിൻ്റെ പ്രചാരകരും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അപവാദമായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം ഫ്രഞ്ച്, അമേരിക്കൻ, അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഭരണഘടനകളുടെ സ്വാധീനമുണ്ടായിരുന്നു. ആ ഭരണഘടനകളുടെ മാനവികതയ്ക്ക് പിന്നിൽ ബൈബിൾ പ്രവർത്തിച്ചു എന്നുമൊക്കെയാണ് അപവാദം. എന്തുമായിക്കോട്ടെ,
എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഭരണഘടന എഴുതിയ ആ ഭരണഘടനാ അസംബ്ലിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനം ഉണ്ടായിരുന്നു, ഒരു പാസ്റ്റർ. ഞങ്ങൾക്കൊരു സന്തോഷമില്ല. ഭരണഘടന 6ാം ഷെഡ്യൂള് എഴുതി സ്ഥാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്തൃദാസൻ്റെ പേര് റവറണ്ട് JJM നിക്കോൾസൺ റോയ് എന്നായിരുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു പാസ്റ്റർ. അക്കാലഘട്ടത്തിൽ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ബിരുദം പാസ്സായി. അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. JJM നിക്കോൾസൺ റോയ് എന്ന പേര് കേൾക്കുമ്പോൾ ഒത്തിരി അകലം നമുക്ക് വേണ്ട. നമ്മുടെ ബഹുമാനനായ പാസ്റ്റർ K. എബ്രഹാമിൻ്റെ വിവാഹം നടത്തിയ പാസ്റ്റർ ഖാൻ എന്നൊരു ഇസ്ലാം കൺവെർട്ടായ ദൈവദാസനുണ്ട്. അദ്ദേഹം ഉൾപ്പെട്ടിരുന്നൊരു സഭയുടെ പേര് നമുക്കറിയാം, ചർച്ച് ഓഫ് ഗോഡ് ആഞ്ചേസൺ. സാറിനൊക്കെ ഒത്തിരി അറിയാം. കേരളത്തിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചൊരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നാണ്. ഈ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരുന്നു JJM നിക്കോൾസൺ റോയ്. ഭരണഘടനയുടെ കരട് രേഖപ്പെടുത്തുന്ന സമിതിയിൽ അംബേദ്കർക്കൊപ്പം, നമ്മുടെ നാട്ടിലെ ദാക്ഷായണി വേലായുധൻ ഒപ്പം, ആനി മസ്ക്രീനൊപ്പം ഇതൊക്കെ എഴുതാനിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഒരു കാര്യം ചെയ്യും, നമ്മളൊരു നല്ല കാര്യം തുടങ്ങല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? ആൾക്കാർ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആശാൻ നല്ല പെന്തക്കോസ്ത് ശൈലി തന്നെ അങ്ങ് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ആമേൻ പറയേണ്ടി വന്നു. വേറെ ആരോടെ ഇല്ല. അതാ ശരി. അല്ല, ആനി മസ്ക്രീനൊക്കെ ഉണ്ടെങ്കിലും അവരാമേനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് കേട്ടപ്പോൾ SV കാമത്ത് എന്ന പേരുള്ള ഒരംഗം ഈ ഭരണഘടനാ അസംബ്ലിയിലുണ്ടായിരുന്നു. അതായത് ഭരണഘടനയിൽ ഏറ്റവും അധികം ഭേദഗതി നിർണയിച്ച ആളാണ് SV കാമത്ത്. ഏറ്റവും അധികം. അത് പലതും തള്ളിപ്പോയി. കാരണം SV കാമത്ത് ഭേദഗതി നിർദ്ദേശിക്കുമ്പോഴേ അദ്ദേഹത്തെ ട്രോള് ചെയ്യുന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പേര് രോഹിണി ചൗധരി എന്നായിരുന്നു. ഒറീസക്കാരിയായ രോഹിണി ചൗധരി രസകരമായ ഫലിതം പ്രയോഗിക്കും. കാമത്ത് പറഞ്ഞു, നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഇൻ ദ നെയിം ഓഫ് ഗാഡ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങണം. അപ്പോൾ പൂർണിമ ബാനർജി പറഞ്ഞു, അത് പറ്റില്ല, കാരണം നാളെ മനുഷ്യൻ തമ്മിൽ അടിവെക്കും, ഏത് ദൈവമാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിണി ചൗധരി കയറി പറഞ്ഞൊരു കാര്യം ചെയ്യും, ദൈവത്തിൻ്റെ പേര് വേണ്ട, നമുക്കൊരു ദേവതയുടെ പേര് വെച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വോട്ടിനിട്ടത് തള്ളിപ്പോയി. അപ്പോൾ ഈ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് ഭരണഘടനാ സമിതിയിലിരുന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ അതിനെ ആളുകൾ എതിർത്തപ്പോൾ JJM നിക്കോൾസൺ റോയ് പറഞ്ഞു, അതിപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു, പ്രാർത്ഥന അങ്ങ് ചെല്ലുകയും ചെയ്തു, എനിക്കിനി തിരിച്ചെടുക്കാനൊക്കെ. അതെന്ന് പ്രാർത്ഥിക്കേണ്ടവനോട് ഞാൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കൈപ്പറ്റുകയും ചെയ്ത് അദ്ദേഹം അത് കൈക്കൊണ്ടു, എനിക്കിനി അത് തിരിച്ചെടുക്കാനൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ രൂപീകരിക്കപ്പെട്ട ഒരു ഭരണഘടന ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഞാനൊരല്പം കാര്യം അതോട് ബന്ധപ്പെട്ടൊന്ന് പറയാം, ശ്രദ്ധിക്കണം. ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്ന അടുത്തൊരു അപവാദം, നമുക്ക് ഇന്ത്യയെക്കുറിച്ചും അതിൻ്റെ പൗരാണികതയെക്കുറിച്ചുമൊന്നും അഭിമാനം പോരാ, നമുക്ക് ഏതോ ഹൃദയത്തിലൊരു പക്ഷം വിദേശികളോടാണ്, നമ്മളൊക്കെ വൈദേശികമായൊരു ചിന്തയെ വല്ലാതെ പരിരക്ഷിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിൽ കുറേയൊക്കെ ശരിയുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് മറ്റേത് രാജ്യത്തെക്കാളും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിഷ്ടം 1947 ശേഷമുള്ള ഇന്ത്യയാണ്. അതിനു മുമ്പുള്ള ഇന്ത്യയോട് എനിക്ക് താല്പര്യമില്ല. എന്തെന്നാൽ അതിനു മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ വെറും പ്രജയാണ്, നിങ്ങൾ വെറും പ്രജയാണ്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പൗരാവകാശങ്ങളില്ല, മനുഷ്യാവകാശങ്ങളില്ല. രാജാക്കന്മാരുടെ പ്രീതിക്ക് പാത്രമായി നിന്നുകൊണ്ട് നിങ്ങൾ രാജാവിനെ സേവിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ജീവിത പശ്ചാത്തലം ഒഴികെ നിങ്ങൾക്കൊന്നുമില്ല. പക്ഷേ എനിക്കിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാം, മുഖ്യമന്ത്രി വിമർശിക്കാം, കളക്ടറെ വിമർശിക്കാം, ഇഷ്ടമില്ലെങ്കിൽ ഒരാളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാം, ഇഷ്ടമുള്ള ആളിന് വോട്ട് ചെയ്യാം. ഇതൊന്നുമില്ലാത്തൊരു കാലം 47 മുമ്പുണ്ടായിരുന്നു. ആ സ്ഥിതിയിൽ നിന്ന് ഇന്ത്യ ആധുനികമായി രൂപവൽക്കരിക്കപ്പെട്ടത്
ഭരണഘടന വന്ന ശേഷമാണ്. ഹൈസ്കൂളിലുമൊക്കെ ഭരണഘടന കൂടി പഠിപ്പിക്കണം. ഈ നിഴലും പൊരുളും ഒക്കെ പഠിപ്പിക്കുന്ന നേരത്തിൽ. നിഴലും പൊരുളും മോശമെന്നല്ല, സാറ് എൻ്റെ കൂടി അധ്യാപകനാണ്. ഞാനൊരാളുടെ ചോദിച്ചു, ഈ ബോവസ് യേശുവിനെ കാണിക്കുന്നു, രൂത്ത് സഭയെ കാണിക്കുന്നു. ഇത് രൂത്ത് പറഞ്ഞോ, ബോവസ് പറഞ്ഞോ, യേശു പറഞ്ഞോ, പൗലോസ് പറഞ്ഞോ? ഇതാരാ പറഞ്ഞേ? ഇവരാരും പറഞ്ഞില്ല. പറഞ്ഞത് ഹൈസ്കൂളിലെ അപ്പച്ചനാണ്. വേറെ ആരും എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. കർത്താവ് എന്താ പറഞ്ഞേ? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യനാക്കും? കർത്താവിനോട് ഉപമിക്കാനുള്ള യോഗ്യത ബോവസിനുണ്ടോ? അപ്പം ഇത്തരം പാഠങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് നാം ഇവിടെ വന്ന ആ ജീവിതത്തിൻ്റെ സുവിശേഷം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ചില ചരിത്രപരമായ സംഗതികൾ കൂടി പരിശോധിച്ചു പോകണം. അതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സുവിശേഷം വരുത്തിയ ആ മാറ്റത്തെ പറ്റി പറയാം. ഞാൻ വരുന്നത് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നാണല്ലോ. അവിടെ ചില സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് പരിചയമായ ചില സ്ഥലങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി MC റോഡ് സൈഡിൽ തന്നെയാണ്. ആ ചങ്ങനാശ്ശേരി ചേർന്ന് ധാരാളം തുരുത്തുകൾ ഇടങ്ങളുണ്ട്. ചിലതിൻ്റെ പേര് കണ്ണഞ്ചിറ, ചീരഞ്ചിറ. നാളെ വരുന്ന കാവാലം പാസ്റ്റർ നാട്ടിലുണ്ട്. ചാത്തൻകേരി, കേരി എന്നറിയപ്പെടുന്ന ധാരാളം സ്ഥലങ്ങൾ, ചേരി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട്. ഈ സ്ഥലങ്ങൾക്കൊക്കെ ഈ പേര് വരാനൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് എനിക്കൊന്ന് വന്നെങ്കിൽ സുവിശേഷം എന്തിൻ്റെയിൽ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ചില അപവാദങ്ങൾ മാറിപ്പോകുകയുള്ളൂ. പണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അതിശക്തമായ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇന്ത്യയിലൊക്കെ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. അടിമ വ്യാപാരം നിലനിന്നിരുന്നു. ഒരടിമയ്ക്ക് ഏറ്റവും അധികം പണം കിട്ടുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ആയിരുന്നു. 21 റുപ്യ കിട്ടും. അതേസമയത്ത് അടിമയുടെ തിരുനക്കരയിലെ വില 3 രൂപയാണ്. അതേസമയത്ത് ചങ്ങനാശ്ശേരി വരെ വരുമ്പോൾ അടിമയുടെ വില 3.50 3 രൂപ 50 പൈസയാണ്. ഇവിടുന്ന് ഈ ചെറിയ ദൂരം കൂടി പിന്നിടുമ്പോൾ 21 റുപ്യ എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ആകാംക്ഷയായിരുന്നു. ആളുകൾ പറഞ്ഞത് 50 പേരെ 100 പേരെയൊക്കെ കൊണ്ട് കാടും പള്ളയും കടന്ന് ഒരു സൂപ്പർവൈസർ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് സൂപ്പർവൈസറെ തല്ലിയിട്ട് ഇവന്മാർ ഓടി രക്ഷപ്പെടും. 50 പേരെയും കൊണ്ടുവന്ന് 5 പേരെ കിട്ടിയെങ്കിലായി. അപ്പോൾ അവിടെ വരുമ്പോൾ അടിമയ്ക്ക് ഡിമാൻഡ് കൂട്ടും, വില കൂടുതലാണ്. 3 രൂപ കുറഞ്ഞൊരു കൂലിയല്ല, 3 രൂപ ചെറിയൊരു കൂലിയല്ല. കാരണം അന്ന് കേരളക്കരയിൽ 1 സെൻറ്റ് ഭൂമിയുടെ വില 4 അണയാണ്. മേമന പാസ്റ്റർക്ക് അറിയോ 4 അണ എന്താണ്? ഇവർക്കെല്ലാം അറിയാം. പ്രായം അത്ര ആയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞുകൊണ്ടാ സമ്മതിച്ചത്. എന്നാൽ മിണ്ടാതിരിക്കാൻ നോക്കി പോട്ടെ, സാരമില്ല. അപ്പോൾ 1 സെൻറ്റ് ഭൂമി കേരളത്തിൽ ആദ്യം ഒരു ആധാരം നടക്കുന്ന ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ 3000 ഏക്കർ ലാൻഡ് കേണൽ മൺട്രോയുടെ കൊച്ചുമകൻ ആധാരം ചെയ്തുകൊണ്ടാണ് 1864 കേരളത്തിൽ ആദ്യത്തെ ആധാരം. അടിമയുടെ വില ഇത്രയാവും. ആ വില നിലനിൽക്കുന്ന കാലത്ത് അടിമകളെ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നൊരു ഉടമ്പടി നിങ്ങൾക്ക് ആർക്കൈവ്സിൽ തപ്പിയാൽ കിട്ടും. അതിൽ എഴുതിക്കുന്നത് ചാട്ടക്കടിക്കാം, അനുസരണക്കേട് കാട്ടിയാൽ വഴക്ക് പറയാം, ശിക്ഷിക്കാം. അവസാനത്തെ ലൈൻ ഭീകരമാണ്. വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കോലയ്ക്ക് മാറും. കണ്ടോ, യജമാനൻ്റെ അധികാരമാണ്. വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കോലയ്ക്ക് മാറും. ഇതാ സ്ഥിതി. അങ്ങനെ വരുമ്പോൾ ഈ പരിസരങ്ങളിലൊക്കെ ഉള്ള ധാരാളം വയലുകൾ, ആ വയലുകളിൽ മഴ പെയ്തിട്ട് വെള്ളം കൂടിയിട്ട് കൃഷി നശിച്ച് പാടശേഖരമാകെ നശിച്ച് കിടക്കും. പാടശേഖരം നശിക്കുമ്പോഴേക്ക് ഉൽപ്പന്നങ്ങളുടെ വില കൂടും. അപ്പോൾ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടം നിമിത്തം ഈ വയലിൻ്റെ ഉടമ ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രശ്നക്കാരനെ കൊണ്ടുവരും. അയാൾ കബഡി നിരത്തി ഒരു കാര്യം പറയും, ശത്രുദോഷമുണ്ട് പലതരം കാര്യം പറഞ്ഞിട്ട് മറ്റൊന്നുകൂടി പറയും. ഈ വയൽ രക്തം കുടിച്ചിട്ട് നാളേറെയായി, ആ വയലിന് ചോര കൊടുക്കണം, ഗുരുതി കൊടുക്കണം, മനുഷ്യപ്രാണനെ കൊടുക്കണം. മനുഷ്യപ്രാണനെ കൊടുക്കേണ്ടി വരുമ്പോൾ വിലയ്ക്ക് വാങ്ങിയൊരു അടിമയെ കൊണ്ടുവരും. ഈ അടിമയെ കൊണ്ടുവന്നിട്ട് വയൽ വരമ്പത്ത് കുഴിയെടുക്കും. ആ കുഴി ആഴത്തിൽ കുഴിയെടുത്തിട്ട് കുഴിപ്പണി തീരുമ്പോൾ വന്നെന്നെ കാണണമെന്ന് പറയും. പണി തീർന്ന ശേഷം പണിയെടുത്ത ഈ പാവം മനുഷ്യൻ ചെന്ന് യജമാനനെ കണ്ടിട്ട് പറയും, ജോലി കഴിഞ്ഞു. ഈ സമയത്ത് യജമാനൻ ആളെ നിർത്തിയിട്ടുണ്ട്. ഇതിനുള്ളിലേക്കൊരു തൂമ്പയോ മൺവെട്ടിയോ വല്ല അറിയാതിട്ടിട്ട്
കുഴി കാണാൻ വന്നിട്ട് യജമാനൻ പറയും, നീതാ ഈ പണി ഉപകരണം എടുത്തില്ല, അത് ഇറങ്ങിയെടുക്കാം. അയാൾ ക്ഷമ പറഞ്ഞ് അകത്തേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ മനുഷ്യനൊരു കല്ല് തള്ളിയിട്ടും, കല്ല് തള്ളിയിട്ട് അതിൻ്റെ മീതെ മണ്ണ് വെട്ടിയിടാൻ അടുത്തടുത്ത് പണിയെടുക്കുന്ന ആളുകളെ വിളിക്ക് എതിർക്കാനൊന്നും പറ്റില്ല. സ്വന്തം സഹോദരൻ്റെയോ പിതാവിൻ്റെയോ മകൻ്റെയോ ഒക്കെ ശരീരത്തിലേക്ക് ഇങ്ങനെ മണ്ണ് തട്ടിയിട്ട് ഈ വയലുകൾക്ക് മനുഷ്യച്ചോര കുരുതി കൊടുക്കുന്നൊരു നാടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മധുരതാംകൂറിലെ പലയിടങ്ങൾ. അങ്ങനെ അവരുടെ പേരിനാൽ ഈ സ്ഥലങ്ങൾക്ക് പേരുണ്ടായി. കണ്ണൻ്റെ രക്തം ചൊരിഞ്ഞ് ചിറകെട്ടിയ സ്ഥലത്തിന് കണ്ണൻ ചിറയെന്നും ചീരഞ്ചിറയെന്നും ചങ്ങനാശ്ശേരി എന്നും ചാത്തങ്കേരി എന്നൊക്കെ പേരുണ്ടായി. ഈ സ്ഥലത്തിന് മാറ്റം വരുത്തി ആ ഇടങ്ങളിൽ പ്രവർത്തിച്ച മഹാരഥൻ്റെ പേരാണ് ഞാനും നിങ്ങളും ഒക്കെ അറിയുന്ന ആദരണീയനായിട്ടുള്ള ഹെൻറി ബേക്കർ ജൂനിയർ. ഈ ജൂനിയർ വന്നിട്ട് തിരുനക്കര മൈതാനത്ത് നിന്ന് അടിമകളെ വിലക്കി വാങ്ങി സ്വതന്ത്രനാക്കി വിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് ബൈബിൾ വിഷയത്തിലേക്ക് നേരെ കിടക്കാം. ഏകദേശം 7 വയസ്സും മുലകുടി മാറാത്തൊരു പൈതലുമുള്ള 2 കുട്ടികളുള്ള മാതാപിതാക്കൾ അവരറിയുന്നു, അടുത്ത ദിവസം തിരുനക്കര ചന്തയിൽ അവരെ വിലപേശി വിൽക്കാൻ പോവുകയാണ്. വിൽക്കും നാളെ. എടുക്കാൻ വരുന്ന ആളിന് ഈ കുട്ടികളെ ആവശ്യമില്ല. കാരണം അവർ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കാൻ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവിനും മതി. ഇവർ കഴിയുന്ന ചെറിയ ആ കുടിലുണ്ട്. ആ കുടിലിൻ്റെ അടുത്ത കുടിലിലും ഇതുപോലൊരു അടിമയാണ്. പക്ഷേ അയാൾ വലിയ മോശടനാണ്, പ്രശ്നക്കാരനാണ്. അയാൾ ചീത്ത പറയുന്ന ആൾ. അന്നും മദ്യമൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി കുടിച്ചും അന്ന് കിട്ടാവുന്ന ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും തുറന്നാൽ ചീത്ത പറയുന്നൊരു മനുഷ്യൻ. പക്ഷേ ഇവർ നാളെ പിരിയാണ്. ഇവർ ചെന്നിട്ട് ഈ മനുഷ്യനെ രാത്രി വിളിച്ചു. പതിപോലെ ചീത്ത പറഞ്ഞിറങ്ങി വന്നോ, ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ആര് പറഞ്ഞു, കൂട്ടുകാരാ, നാളെ മുതൽ ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങളെ വിറ്റു, ഞങ്ങൾ പോവാ, നിന്നോടൊരു വാക്കൊന്ന് പറയാൻ വന്നതാ. കാര്യം നമ്മൾ ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അയൽക്കാരായിരുന്നല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചേർന്ന് കളിച്ച് നടന്നവരല്ലേ. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്, നിങ്ങൾ പോവല്ലേ, നിങ്ങളെ പിരിയാൻ വയ്യ, മക്കളെ വേണ്ട, വാങ്ങാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ വന്നിട്ട് പറയും, ആ കുഞ്ഞുങ്ങൾ ഇവിടെ വളരും, തല്ലില്ല, വഴക്ക് പറയില്ല, ഞങ്ങളുടെ മക്കളെ പോലെ വളരും, അവരെ വിൽക്കും വരെ ഇവിടെ കാണും. അമ്മ പ്രഭാതത്തിൽ ഉണർന്ന് ഈ കുഞ്ഞുങ്ങളെ 2 കുളിപ്പിച്ചു. കുളിപ്പിക്കുമ്പോൾ രാവിലെ 5 മണിക്കൊക്കെ കുളിപ്പിച്ചാലുള്ള ബുദ്ധിമുട്ട് ഓർത്ത് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടില്ല. മൂത്ത കുട്ടിക്ക് ഏകദേശം കാര്യം 7 വയസ്സുണ്ടാവുന്ന കൊച്ചു കുഞ്ഞിനറിയില്ല, അത് കിടന്ന് കരയും. നിർബന്ധിച്ച് കുളിപ്പിച്ചെന്തെന്നറിയാം, ഇത് ഒടുവിലത്തെ കുളിപ്പിരാ, ഇനി കുളിപ്പിക്കേണ്ടി വരില്ല. അമ്മ പിരിയുക. കുളിച്ച സുഖത്തിൽ കുഞ്ഞ് മാറുപറ്റി കിടന്നുറങ്ങുമ്പോൾ അമ്മ തട്ടി ഉണർത്തി പാല് കുടിക്കാൻ നിർബന്ധിച്ചു. കാരണം ഇനി പാലൂട്ടേണ്ടി വരില്ല, എന്നേക്കും പിരിയുക. 7 വയസ്സുള്ള മോൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞാവെ നോക്കണം, പരിരക്ഷിക്കണം, ഇതൊക്കെ പറഞ്ഞു. എന്നാൽ ഇവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞ് ഉണരരുത്, രാവിലെ അപ്പൻ്റെ അമ്മയുടെ യാത്ര കാണരുത്. അടുത്ത വീട്ടിലെ അടിമയും ഭാര്യയും ഈ കുഞ്ഞുങ്ങളെ കൂടി എടുത്ത് ഒപ്പം പോവുക വിൽക്കുന്ന ഇടത്തേക്ക്. ചെല്ലുമ്പോൾ കാണുന്നത് വിലപേശി വിൽക്കാൻ ആളുകൾ നിൽക്കുന്നു. ലേലം വിളിക്കുന്ന പോലെ കൂടുതൽ വില ചോദിച്ചു കൊണ്ടിരിക്കവേ അരുതാത്തൊന്നും സംഭവിച്ചിരിക്കുന്നു. ഈ കുഞ്ഞ് ഉണർന്നു. കുഞ്ഞുണരുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞ, യജമാനനെ, ആ കുഞ്ഞിന് അവസാനം ഒരല്പം പാല് കൊടുത്തോട്ടെ. അതൊന്നും പറ്റില്ല, പോകാൻ റെഡിയാക്. ഇതുവരെ പിടിച്ചു നിന്ന പുരുഷനും പൊട്ടിക്കരഞ്ഞു. ആ കരയുന്നവർക്കിടയിലേക്ക് അവിചാരിതമായി ഈ ദൈവദാസൻ കടന്നു വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നത്, പ്രശ്നം എന്താ? സാറേ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന സാധാരണ കാര്യങ്ങളാണ്. ഹെൻറി ബേക്കർ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇവരെ വിൽക്കുക, കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ഈ വാങ്ങാൻ വന്ന മനുഷ്യനോട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എത്ര ഉറുപ്പിക വാങ്ങിയേ? എല്ലാം കേട്ടിട്ട് പറഞ്ഞു, 2 പണം ഞാൻ തരും,
ഇവരെ ഇങ്ങ് തരുമോ? ഒടുക്കം വിലപേശി അവരെ വാങ്ങി, മക്കളെ വാങ്ങി, സംരക്ഷിച്ച അടിമകളെ വാങ്ങി. ഇവർ പിൽക്കാലഘട്ടത്തിൽ ആരായിത്തീർന്നു എന്ന ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടർ വിനിൽ പോളിൻ്റെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്നൊരു പുസ്തകം കിട്ടും. DC പ്രസിദ്ധം ചെയ്യുന്ന പുസ്തകമാണ്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ കൃതിയാണ്. അതിനകത്ത് ഇതുപോലെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ചരിത്ര തെളിവുകളോട് എഴുതിയിട്ടുണ്ട്. അത്തരം മനുഷ്യർ യേശുവിനെ സ്വീകരിച്ചത് മതം മാറ്റം എന്ന് നിങ്ങൾ പറയുമോ? അതിനെ എങ്ങനെയാണ് ആ അർത്ഥത്തിൽ കാണുക? ഒന്നുകൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം ഞാൻ വിടാം. എന്താ ഇവിടെ സംഭവിച്ചത്? പൗരാണിക ഇന്ത്യയിൽ മാനവ സമൂഹത്തിന് ചിന്തയ്ക്ക് വേണ്ട ബൗദ്ധികമായവൻ്റെ ശേഷിയിലേക്ക് ഇന്ധനം പകരുന്ന ആശയങ്ങളോ ആദർശങ്ങളോ ഇല്ല എന്നെനിക്ക് അഭിപ്രായമില്ല. ഉദാത്തമായ ചിന്തകൾ, മനോഹരമായ ആശയങ്ങൾ ഋഷിവര്യന്മാർ ചുരുങ്ങിയിട്ടുണ്ടോ ചോദിച്ചാലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പഠന സാമഗ്രികൾ ഞാനും നിങ്ങളും അറിയപ്പെടുന്ന, നമ്മൾ ഏറ്റവും അംഗീകരിക്കുന്ന പൗരാണികമായ ഇന്ത്യൻ സംസ്കാരത്തിൽ നളന്തയും തക്ഷശിലയും പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? അതൊക്കെ നിലനിന്നൊരു രാജ്യമല്ലേ? അതിനെ ആദരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ വെച്ചാൽ ഉണ്ടെന്നാണ് എൻ്റെ മറുപടി. പക്ഷേ എന്താ പ്രശ്നം? ഈ പറയപ്പെട്ട സുഖ സൗഭാഗ്യങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് ഒരു പരിമിത സമൂഹത്തിൻ്റെ കൈകളിൽ മാത്രം അവരത്തക്ക വിധം ഇവിടെ രൂപപ്പെടുത്തി ഇരുന്നിരുന്ന ഒരു വ്യവസ്ഥിതി സാധാരണ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇരുളു മാത്രം പ്രകാശിപ്പിച്ചപ്പോൾ ആ ഇരുളിനെ മറികടക്കാൻ, അതിനെ കുറുകെ കടക്കാൻ ഇന്ത്യയിലൊരു പ്രത്യയശാസ്ത്രത്തിനും കെൽപ്പില്ലാതെ പോയപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന ഉന്നതമായ ചിന്ത ആവിഷ്കരിച്ചത് നസ്രനായ യേശുവിൻ്റെ സുവിശേഷമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചില ചർച്ചകൾ, സംവാദങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പൗരാണിക ഇന്ത്യയിലെ ആശയങ്ങൾക്കോ ചിന്തകൾക്കോ കുഴപ്പമുണ്ടെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ 2-3 ചോദ്യങ്ങൾ. നമ്മളിന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് പിരിയുമ്പോൾ നമുക്കെല്ലാം ഓരോ ചായ അധ്യക്ഷൻ തന്നു എന്ന് സങ്കല്പിച്ചാൽ മതി. ഒരിക്കലൊരു സ്ഥാപനത്തിൽ ഒരുതിന് ഇൻ്റർവ്യൂവിന് എഴുതുന്നു മാനേജരായിട്ട്. അവിടെ ഇരിക്കുന്ന കക്ഷി ചോദിച്ചു, പെട്ടെന്ന് ഈ സ്ഥാപനത്തിലൊരു തീപിടുത്തം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് ഒഴിക്കുന്നതായിട്ട് സങ്കല്പിക്കുമെന്ന്. എന്ന് പറഞ്ഞ പോലെ സങ്കല്പിച്ചാൽ മതി. ഈ ചായ കുടിച്ച ഗ്ലാസ് നമ്മളെല്ലാം വലിച്ചിങ്ങോട്ടെറിഞ്ഞു. ദാനി സാറ് ഇട്ടു, ഞാനും ഇട്ടു, നിങ്ങളും ഇട്ടു. ഈ ഗ്ലാസ് വലിച്ചെറിഞ്ഞ ആളിനെ നാട്ടുകാരൻ വിളിക്കുന്ന സാറേ എന്നാണ്. അല്പം കഴിഞ്ഞ് ഒരാൾ വന്നത് പെറുക്കും. അത് വൃത്തിയാക്കുന്ന മനുഷ്യൻ എന്തോ കുറഞ്ഞ ഡിമാൻഡില്ലാത്ത ആളുമാണ്. മാലിന്യമുണ്ടാക്കുന്നവൻ മാന്യൻ, അത് ശുദ്ധിയാക്കുന്നവൻ മോശപ്പെട്ടവൻ. അതാ ഇന്ത്യക്ക് പറ്റിയ വലിയൊരു പരാജയം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തവിടെ പറയാം. നമുക്ക് പൗരാണികമായ ആശയങ്ങളുണ്ട്, ഗുരുവര്യന്മാരുടെ ദർശനങ്ങളുണ്ട്. നവോത്ഥാന ചിന്തകൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏതെങ്കിലും പൗരാണിക സാഹിത്യത്തിൽ, ആധ്യാത്മിക ചിന്തകളിൽ മനുഷ്യൻ തുല്യനാണെന്ന് പറയുന്ന ഒരാശയം കാട്ടിത്തരാമോ? ഒരാശയം മനുഷ്യൻ തുല്യനാണ്, ഇല്ല. 2, എല്ലാ മനുഷ്യരും തുല്യരാണെന്നൊരാശയമില്ലെന്ന് മാത്രമല്ല, പണിയെടുക്കുന്നതിൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ, അധ്വാനിക്കുന്നവൻ്റെ വിലയും നിലയും പരിഗണനയും നൽകി സംസാരിച്ച ഒറ്റ ശ്ലോകം, ഒറ്റ സൂക്തം ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിൽ എവിടെങ്കിലും ആർക്കെങ്കിലും കാണിക്കാമോ? കാണിച്ചാൽ മതി. നമ്മൾ അടിയും ബഹളമൊന്നും വെക്കണ്ട. ഞാനത് കാണിക്കാമെന്ന് ചോദിച്ചുള്ളൂ, ഉണ്ടേ പ്രശ്നം തീർന്നില്ലേ? ഇല്ലാത്തത് എങ്ങനെ കാണിക്കും? പറയാം. ഇല്ലെന്ന് മാത്രമല്ല, അവഹേളിച്ച് പണിയെടുക്കുന്നവനെ. കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലും. വാരിക്കഴിക്കാൻ അന്നം വരും, ചപ്പാത്തി വരും, ചായ വരും. ഈ അന്നം നമ്മുടെ മുമ്പിലെത്താൻ വയലിൽ പണിയെടുത്ത എത്ര മനുഷ്യർ! ആ ഗോതമ്പ് ചക്ക് തലയിൽ ചുമന്ന് വണ്ടിയിൽ കയറ്റാൻ എത്ര മനുഷ്യർ!
കുറഞ്ഞൊരു കൂലിക്കത് ഓടിച്ചിവിടെ കൊണ്ടുവരുന്ന നാഷണൽ പെർമിറ്റുകാരൻ. അങ്ങനെ 1000 മനുഷ്യരുടെ കൂട്ടായ അധ്വാനമാണ് നമ്മുടെ ഒരു ചപ്പാത്തി. ഇത് കഴിച്ച് ഇതൊക്കെ സൃഷ്ടിച്ച് തന്ന മനുഷ്യനോട് നന്ദി വേണം എന്നത് പോട്ടെ, ഇവനെന്തോ കുറഞ്ഞ മനുഷ്യനാണെന്ന നിലയിൽ പെരുമാറുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു പാരമ്പര്യം നിലനിൽക്കവേ ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന പരമഗുരുവിൻ്റെ പ്രസക്തി. ഇതാണ് സുവിശേഷത്തിൻ്റെ വ്യതിരിക്തത, അതിൻ്റെ വ്യത്യാസം. പകലന്തിയോളം ഗലീലിയ കടലിൽ വലവീശി മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കുന്ന അതിസാധാരണക്കാരായ ആളുകളെ നിരത്തി നിർത്തി അവരുടെ വ്യഥകളിൽ കഷ്ടതകളിൽ പങ്കുചേർന്നുകൊണ്ട് തൊഴിലിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ഈ പരമഗുരു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ജനകോടികൾക്ക് ഇന്നും ആശ്വാസം നൽകുന്ന ഉജ്ജ്വല ചിന്തകളുടെ ഇരിപ്പിടം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണെങ്കിൽ ആ സുവിശേഷത്തെയും അതിൽ നിലനിൽക്കുന്ന യേശുക്രിസ്തുവെന്ന ഉലകരക്ഷിതാവിനെയും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. യേശുക്രിസ്തുവാണ് രക്ഷയ്ക്കാധാരം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നരളിയ യേശുവിൽ ഇന്ന് രാത്രി ഈ ജനതയ്ക്ക് മുഴുവനുള്ള വിടുതൽ, അവർക്ക് മുഴുവനുള്ള ആശ്വാസം, അതിനെ പിൻപറ്റിയാണ് ആയിരങ്ങൾ യേശുവിൻ്റെ പക്ഷം ചേരുന്നത്. അതിനെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ചുരുക്കരുത്. ഹല്ലേലൂയ. ഇനി തിരിച്ചു വരാം. ഈ യേശു എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പം നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞല്ല, നാളെ റിസൾട്ട് വരിക. ചില ആളുകളുണ്ട്, അവർ പറയും ഇപ്പോൾ ആര് ജയിച്ചാൽ നമുക്കെന്താ, ഇതിനകത്തൊന്നും കാര്യമില്ല. ഇയാൾ ആദ്യം പോയി വോട്ട് ചെയ്യുന്ന കാണാം, അയാളുടെ ഉള്ളിൽ രാഷ്ട്രീയം കൊണ്ട് മിണ്ടാതെയാണ്. ഓടിയൊക്കെ രാവിലെ എനിക്ക് പറയാൻ പേടി എന്താണെങ്ങനാന്നൊക്കെ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയക്കാരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തവരല്ലേ. ഞാൻ ഈ വന്ന റോഡും നിങ്ങൾ ഈ കുടിച്ച വെള്ളവും ഈ കാണുന്ന വൈദ്യുതിയൊക്കെ ഈ ഭരണകർത്താക്കൾ തന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും അതെല്ലാം ആസ്വദിച്ചിട്ട് അവരെ തള്ളി പറയാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സൈനികരുണ്ട്. ഒരു രാജ്യത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ഒരു പ്രധാനമന്ത്രി ഇല്ല, പ്രസിഡൻ്റ് ഇല്ല, മുഖ്യമന്ത്രി ഇല്ല, പഞ്ചായത്ത് മെമ്പർ ഒന്നുമില്ല, ഈ സിസ്റ്റം ഇല്ലെങ്കിൽ രാജ്യം എവിടേക്ക് പോകുന്നറിയോ? കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നാട് ഭരിക്കുന്ന ഗുണ്ടകളായിരിക്കും. ഇതിനൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭരണാധികാരികൾ ആര് വന്നാലും അങ്ങനെയല്ലേ? അങ്ങനെയാണ്. പക്ഷെ ഇതുപോലൊരു സ്റ്റേജ് ഒരു രാഷ്ട്രീയക്കാരന് കൊടുത്താൽ അദ്ദേഹം വന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുമെന്ന് പ്രസംഗിക്കും. അടുത്ത 5 വർഷം എന്തൊക്കെ ചെയ്യും, കഴിഞ്ഞ 5 വർഷം എന്തൊക്കെ മറ്റേ പുള്ളി ചെയ്തില്ല, ഇത് കുറേ അവരൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ചെയ്യാൻ ശ്രമിക്കുകയൊന്നും ഇരിക്കില്ല. 100% മോശമല്ല ആരും, എല്ലാ മുന്നണിയും അവരുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ലോകത്ത് എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ അണികളെ കൂട്ടിയ ഒറ്റ നേതാവേ ഉള്ളൂ. ഒറ്റ നേതാവ്. എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എൻ്റെ നാമത്തിമിത്തം പലരും നിങ്ങളെ പകയ്ക്കും, വേണ്ടി വന്നാൽ പ്രാണനം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അണികളെ ഒപ്പം നിർത്താൻ ശ്രമിച്ച ആ ജനനായകൻ്റെ കൂടെ ഭൂലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ അണിനിരന്നത്, ഇന്നും അണിനിരക്കുന്നത്. അതാണ് ഈ ഗുരുവിൻ്റെ ശ്രേഷ്ഠത. ഉള്ളതേ പറയൂ, പറഞ്ഞാൽ പറഞ്ഞത് സ്ഥാപിച്ചിരിക്കും. ഊവ് എന്നും ഇല്ല എന്നും മാത്രം സംസാരിച്ച് ശീലിച്ച അജയ്യ വ്യക്തിപ്രഭാവത്തിൻ്റെ പേരാ ക്രിസ്തു. മറ്റൊന്നും കൂടിയുണ്ട്. ജീവിതത്തെ അഭിപ്രായം പറയാത്ത ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. ബൈബിളിലും കാണിക്കുക, എൻ്റെ അഭിപ്രായം ഇല്ല, ദണ്ഡിതാ കാര്യം. ഉവ്വ് എന്നും ഇല്ല എന്നും ഖണ്ഡിതമായി പറഞ്ഞ് അണികളെ ഒപ്പം നിർത്തിയ നേതാവാണ് യേശു. ഇനി അണികളിങ്ങനെ കൂട്ടിയിരിക്കുമ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സഹകരിക്കുന്ന ആളുകൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിലും യേശുവിനെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചു വരികയാണ് ക്രമേണ. കാരണം രോഗസൗഖ്യവും അത്ഭുത പ്രവൃത്തിയൊക്കെ കണ്ട് ആളുകൾ വല്ലാതെ, കുറേ പേര് എതിരാണെങ്കിലും ആളുകൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം യേശു ഇവരെയൊക്കെ കൂട്ടി കൈസര്യ എന്നൊരു സ്ഥലത്തേക്ക് പോകുക. 2 കൈസര്യയുണ്ട് ബൈബിളിൽ. ഒരു കൈസര്യ ഇന്നുണ്ട്, നമ്മുടെ യോപ്പ എന്ന് ബൈബിളിൽ പറയുന്ന, ഇന്ന് യാഫ എന്നൊക്കെ പറയുന്ന സ്ഥലം.
അവിടെ നമ്മളുടെ കൈസറുടെ പട്ടണം എന്നർത്ഥം വരുന്ന ഒരു കൈസരിയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന വേറൊരു കൈസരിയാണ്. അത് ജെറുസലേമിൽ നിന്നൊരു 92 കിലോമീറ്റർ വടക്ക് മറിയാണ്. ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറഞ്ഞു വന്നു. ഫിലിപ്പ് എന്ന് പറയുന്നത് ഒരു ഹെരോദാവിൻ്റെ പേരാണ്. ഹെരോദ എന്നത് ഒരു രാജകുടുംബത്തിൻ്റെ പേരാണ്, വ്യക്തിയുടെ പേരല്ല. ഹെരോദ, ഫറവോ എന്നൊക്കെ പറയും പോലെ, പെരുമാൾ എന്നൊക്കെ പറയും പോലെ ഒരു പേരാണ് ഹെരോദ. ഹെരോദ എന്ന് പറയുന്ന ആൾ, ഇപ്പുറത്ത് ഒരു ഗവർണറുമുണ്ട്. ഈ ഹെരോദ ഒരു നാട്ടുരാജാവും ഗവർണർ റോമൻ പ്രതിനിധിയാണ്. പണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ കഴിയുമ്പോൾ ഇവിടെ ഒരു നാട്ടുരാജാവുണ്ട്. ഈ നാട്ടുരാജാവിന് സത്യത്തിൽ വലിയ അധികാരമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിധേയമായിട്ട് പോകണം. ഇപ്പോൾ കമ്പനി ഒരാളെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്, ഒരു പ്രതിനിധി, അയാൾക്കാണ് അധികാരം. ഇത് ഗവർണറാണ്. പക്ഷെ പേര് കൊണ്ട് ഇയാൾ രാജാവായിരിക്കെ ഈ മനുഷ്യനൊരല്പം ഇങ്ങനെ വഴങ്ങി ഉദിക്കുക നിൽക്കും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ഈ ആളിനാണ് ശക്തി കൂടുതൽ. ഒരു തമ്മിൽ ഇങ്ങനെ ഉടക്കും. 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ വിശാലമായി കിടക്കുന്ന റോമൻ സാമ്രാജ്യത്തിലെ ഈ ചെറിയ ഏരിയയിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ ചക്രവർത്തിക്ക് ശ്രദ്ധിക്കാൻ പാടാ. അതുകൊണ്ട് ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ ഈ ഗവർണറും തെറിക്കും, രാജാവും തെറിക്കും. അതുകൊണ്ട് ഇവർ പരസ്പരം മത്സരിക്കും ചക്രവർത്തിയെ ബഹുമാനിക്കാൻ. അതുകൊണ്ട് ഈ ഹെരോദ എന്ന മനുഷ്യൻ ഹെരോദ ഫിലിപ്പ് എന്ത് ചെയ്തു? ഒരു പട്ടണത്തിന് കൈസറിയ, ദ സിറ്റി ഓഫ് കൈസർ എന്നർത്ഥത്തിൽ പേരിട്ടു എന്ന് മാത്രമല്ല, അവിടെ ഒരു കൈസറുടെ ക്ഷേത്രം, വെണ്ണക്കൽ ശില്പമുള്ള ഒരു ക്ഷേത്രവും ജീവിച്ചിരിക്കുന്ന കൈസർക്ക് പണി കഴിപ്പിച്ചു. എന്നിട്ട് പാട്ടും പ്രാർത്ഥന എല്ലാം ആരോടാ? കൈസറോടാണ്. ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ കാവൽ നിൽക്കും. നമ്മൾ ചെല്ലുമ്പോഴേ കൈസറുടെ നാമത്തിൽ അഭിവാദ്യം ചെയ്യണം. നമ്മുടെ ബൈബിളൊക്കെ കിടക്കണ്ടല്ലോ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്നാൽ ഒറ്റ വാക്ക് കേട്ടാൽ മതി, നമ്മൾ അകത്തു പോവും. ചക്രവർത്തിയുടെ നാമത്തിൽ തുടങ്ങണം. കത്തും പ്രാർത്ഥനയുമൊക്കെ തീരുമ്പോൾ, എന്ത് കേസ് തീരുമ്പോഴും ചക്രവർത്തിയുടെ നാമത്തിൽ തീർക്കണം. കർത്താവിൻ്റെ രക്ഷിതാവുമായ നീറോ കൈസറുടെ, മീഷൻ കൈസറുടെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് തീർക്കണം. ഈ കൈസറുടെ പട്ടണത്തിലേക്ക് ഒരാൾ കാലെടുത്ത് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആളുകൾ, സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ നമ്മളെ ക്ഷണിക്കുന്നത് കൈസറുടെ നാമത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ കൈസറുടെ നാമത്തിൽ അകത്തേക്ക് വാ. അപ്പോൾ നമ്മളെന്ത് പറയണം? റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ അങ്ങയെയും ബഹുമാനിക്കുന്നു. യേശു തീരുമാനിച്ചു ശിഷ്യന്മാരുമായിട്ട് ഈ വഴിക്കൊന്ന് പോകാൻ. ഇവിടെ വരുമ്പോൾ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ, ഇത്രയൊന്നും ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് കടന്നപ്പോൾ നാട്ടു നടപ്പനുസരിച്ചാണെന്ന് യേശു അറിയാൻ ടാക്സ് കൊടുത്ത് ശീലമുള്ള യേശു, നിയമം പാലിക്കണമെന്ന് പഠിപ്പിച്ച യേശു, രാജ്യ നിയമങ്ങളൊക്കെ ആദരിക്കാൻ പഠിപ്പിച്ച യേശു, ഈ നിലനിൽക്കുന്ന നിയമമുള്ള നാട്ടിലേക്ക് ഈ എൻട്രൻസ് അങ്ങോട്ട് കിടക്കി ഇവർ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ. കർത്താവ് ഒന്ന് നോക്കി, കൈ വെച്ചാൽ മതി. തൽക്കാലം നമ്മൾ അങ്ങോട്ട് ആ വഴിക്കില്ല. അപ്പോൾ യേശു എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയുടെ ശിഷ്യന്മാർ വന്നപ്പോൾ യേശു ഇതൊന്നും ചെയ്യുന്നില്ല. യേശു അത് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ പത്രോസിന് ധൈര്യം വന്നു. പത്രോസ് ചാർജായി കഴിഞ്ഞാൽ കളി അങ്ങ് മാറും. നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. ചാർജ് ആകാൻ പാടാ, ആയിക്കഴിഞ്ഞാൽ സ്ഥിതി അങ്ങ് മാറും. പത്രോസ് ശക്തിപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നു അന്ത്രോസ് നിൽക്കുന്നു, യാക്കോബ് നിൽക്കുന്നു. ഇവരെല്ലാം അങ്ങോട്ട് ശക്തിപ്പെട്ടു. അവരൊന്നടങ്കം ഇതിനകത്തോട്ട് കടക്കുകയും രക്ഷപ്പെട്ടു. അവർക്ക് അന്ന് മുതൽ മനസ്സിലായി, ഗുരു കൂടുണ്ടെങ്കിൽ വിവരിക്കാനാവാത്തൊരു ധൈര്യം സിരാനരമ്പുകളിൽ പടർന്നു കയറും. ആ ഗുരുവിൻ്റെ ശക്തിയാ ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും നയിക്കുന്നതെങ്കിൽ എല്ലാത്തരം പ്രതിലോമ ശക്തികളെയും പ്രതിസന്ധികളെയും ജയിക്കാൻ ഗുരു കൂടെ ഉണ്ടെങ്കിൽ ജയം ഉറപ്പാണെന്ന ചിന്തയോടെ ഈ നാളുകളിൽ ദൈവത്തിനായിട്ട് നിൽക്കണം. ഗുരു വിട്ടില്ല. അകത്തോട്ട് കേട്ടിട്ട് അടുത്തൊരു പരിശോധന. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. എന്തൊരു ചോദ്യമാണ്! ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. ചോദ്യത്തിൽ തന്നെ ഉത്തരവില്ലേ? മനുഷ്യപുത്രനെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നു. അല്ല എന്ത്? എൻ്റെ മകൻ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പുള്ളി എഴുതിയ രസകരമാണ്.
നമ്മൾ ഈ സ്റ്റെയർ കേസുമൊക്കെ നടന്നു കയറുമ്പോൾ, മല കയറുമ്പോൾ കൈകാലുകൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ്? അത് ഉത്തരം ശരിക്കും ലോ ഓഫ് ഗ്രാവിറ്റി, ഭൂമി ആകർഷിക്കുന്നു എന്നൊക്കെ എഴുതണം. അവൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് എഴുതി, നമ്മളങ്ങനെ മുകളിലേക്ക് കയറുന്നത് കൊണ്ട് തന്നെയാണ് കൈക്കും കാലിനുമൊക്കെ വേദന. താഴെ നിന്നാൽ അത് ഉണ്ടാകുകയല്ലെന്ന്. മനസ്സിലായോ? താഴെ കറക്റ്റല്ലേ ഇത്? ഫിലോസഫിയിലാണെങ്കിൽ മാർക്ക് കൊടുത്തേ പറ്റൂ, ഫിസിക്സിൽ മാർക്ക് കിട്ടത്തുമില്ല. ഫിലോസഫിയിലാണെങ്കിൽ കൊടുക്കണ്ടേ? നമ്മൾ മുല കയറി, അത് തന്നെ കാരണം. കോസ് ആൻഡ് ഇഫക്റ്റൊക്കെ പഠിക്കുമ്പോൾ താഴെ നിന്നാൽ കുഴപ്പമില്ല, അങ്ങോട്ട് കയറി, അത് തന്നെയാണ് കാരണം. ചോദ്യത്തിനകത്തൊരു ഉത്തരം എന്താ? അത് മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു മാറ്റമുണ്ട്, പണ്ടൊക്കെ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ശാസ്ത്രമറിയാത്ത ആൾ, തച്ചൻ്റെ മകൻ. ഇപ്പം ചിലർ പറയാണ് സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാ നീ. ഇത് മോശപ്പെട്ട മനുഷ്യരല്ല. 6 മാസം മുമ്പ് മരിച്ച സ്നാപകനായി നിൽക്കുന്നതെന്ന് പറയണമെങ്കിൽ അപാര വിശ്വാസം വേണം. അടുത്തൊരുത്തൻ വന്ന് പറഞ്ഞു, ഗുരു നിന്നെപ്പറ്റി പറയുന്ന നീ ഏലിയ വന്നാ, നീ ആ പ്രവാചകനാണെന്നാ. കൊള്ളാം. അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന യേശുവിന് മനസ്സിലായപ്പോൾ അധികം നീട്ടാതെ യേശു ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഒട്ടും ആലോചിക്കാതെ പത്രോസ് ഒരു പ്രയോഗം. ഇനി എന്തു പറഞ്ഞാലും തക്ക സമയത്തിൽ പറയുന്ന ചില പ്രതികരണങ്ങളെപ്പറ്റി പറയുന്നില്ല, വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ന് പറയും വിധം പത്രോസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്ത് പ്രയോഗിച്ച ചില വാക്കുകളുണ്ട്, അമ്പരപ്പിക്കും. ഒരിക്കൽ പറഞ്ഞ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് ഗുരു, നിന്നെ വിട്ട് എവിടെ പോകും? ഇതൊക്കെ തന്നെ മതി പത്രോസ് എന്ന മനുഷ്യൻ്റെ ആ ചിന്തയുടെ ശ്രേഷ്ഠത അറിയാൻ. അതാ ഞാൻ പറഞ്ഞ ചാർജാകാൻ പാടാ, ആയിക്കഴിഞ്ഞാൽ ഭയങ്കര. ഒന്നും ആലോചിക്കാതെ പത്രോസ് പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ചോദ്യം മനുഷ്യൻ, ഉത്തരത്തിൽ ദൈവം. ചോദ്യം മനുഷ്യപുത്രൻ, ഉത്തരത്തിൽ വന്നത് ദൈവപുത്രൻ. കർത്താവ് പറഞ്ഞു, ബെർയുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ. മലയാള പരിഭാഷ അത്ര പോരാ. ബെർയുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ അപ്പൻ നിനക്ക് തന്ന വെളിപ്പാടാ. ആ വെളിപ്പാടിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഇത് പറയുമ്പോഴപ്പുറത്തൊരു സ്ഥാപനമുണ്ട്, പാൻ എന്നറിയപ്പെടുന്നൊരു ഗ്രീക്ക് ഗോഡസിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. ആ പ്രതിഷ്ഠയുടെ പേര് പാൻ, PAN, പാനിയാക്ക് എന്ന ടെമ്പിളിന് പറയും. ഇതൊരു ഗോപുരമാണ്. ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ചുറ്റും അർദ്ധനഗ്നരായി പ്രദക്ഷിണം ചെയ്ത് ചരലിൽ ഉരുണ്ട് അവിടേക്ക് വഴിപാടുകൾ അർപ്പിക്കണം. ഇതിൻ്റെ കാരണം, നിങ്ങളുടെ പൂർവികർ മരിച്ചുപോയവരുടെ ആത്മാക്കൾ പാതാളത്തിലുണ്ട്. ആ പാതാളം പോകിയവരെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു ടണലാണിത്. നിങ്ങൾ ഈ പണം ഇടുമ്പോഴേക്ക് ഈ ഗോപുരം മുകളിലേക്ക് വളരും, താഴേക്കും വളരും. അപ്പം നിങ്ങളിവിടെ കൊണ്ട് അപ്പോൾ അതിൻ്റെ പേരാണ് പാനിയാക്ക്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഉരുളുന്നുണ്ട്. ആളുകളിങ്ങനെ ഉരുണ്ട് പറയും, ഞങ്ങളുടെ അച്ഛൻ ഒരു 10 വർഷം മുമ്പ് അപ്പച്ചൻ മരിച്ചതാണ്, അതിനെന്താവാ, ഫീസ് അടച്ചോ, അടച്ചു, ഉരുണ്ടാട്ടെ. ഉരുണ്ട് കഴിയുമ്പോൾ ഈ കർമ്മി വന്നിട്ട് പറയും, നോക്കൂ മകനെ, നീ കർത്തവ്യം നിർവഹിച്ചപ്പോഴേക്ക് ഗോപുരം വളർന്നു, നോക്കിയാട്ടെ. അപ്പം എന്താ വളർന്നു? എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒന്നുകൂടി ഉരുള്, ഫീസ് അടച്ചു. രണ്ടാമതുരുണ്ടിട്ട് അവൻ നോക്കും, ഇപ്പോൾ വളർന്നോ? ഇല്ല. ഒന്നുകൂടി ഉരുള്, ഫീസ് അടച്ചു. അവൻ പിന്നെ ഉരുളും. 3-4 വട്ടം കഴിയുമ്പോൾ അവൻ തന്നെ പറയും, വളരുന്നുണ്ട് കേട്ടോ, വളരുന്നുണ്ട്. ആരും പറഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ പേരാ പാതാള ഗോപുരം. അപ്പുറത്ത് നമ്മുടെ കൈസറുടെ ടെമ്പിള്, ഇപ്പുറത്ത് പാനിയാക്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ പരസ്യവും നടത്താൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോയ ഗുരുവിനെ കണ്ടാൽ ഇന്നത്തെ ആൾ പറയില്ല, അതൊരു പക്വത കെട്ട പണിയാണ്.
ഈ ആവശ്യമില്ലാത്തടത്ത് പോകണം. രണ്ടിൻ്റെയും നടുവിൽ നിന്നിട്ട് പറ, ഞാൻ ആരാ? ആലയത്തിൻ്റെ 4 ചുവരിൽ കിടന്ന് മസിൽ പിടിച്ച പോരാ, ഇത് ഇങ്ങോട്ട് നിറങ്ങി വന്നിട്ട് പറ, ആരാണ്? അത് പറയാൻ നടത്തുന്ന യോഗത്തിൻ്റെ പേരാ കൺവെൻഷൻ. മനസ്സിലായോ? അല്ലാതെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സൗഖ്യം കൊടുത്തിട്ട് പോയി. നമ്മൾ പത്രത്തിൽ വായിക്കല്ലേ, സമനിലെ ഗോളടിച്ചു പിരിഞ്ഞു, പിന്നെ ഈ പന്തും കൊണ്ട് ബ്രസീൽ വരെ പോകണമായിരുന്നു. സമനിലെ ഗോളടിക്കാൻ വേണ്ടി പോകരുത്, ഒന്നി ജയിക്കണോ അല്ലേ തോൽക്കണം. കാര്യം മനസ്സിലായോ? അത് ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഉറപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഞാനാരാ? കർത്താവ് വിളിച്ച ആ പ്രയോഗം ഭയങ്കര രസകരമാണ്. ബെറിയുകാനാ ശിമോൻ, നീ കൃപയുള്ളവൻ. പറഞ്ഞത് യേശുവാണെങ്കിൽ അപ്രസിയേഷൻ്റെ ശക്തി ഒന്നോർത്തി. ജഡരക്തങ്ങൾ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ഇതൊക്കെ കേട്ടു. ഒരു കാര്യം അറിയോ? ഇന്നീ സ്ഥലമൊക്കെ സന്ദർശിച്ചാൽ പാനിയാക്കിൻ്റെ മറിഞ്ഞു കിടക്കുന്ന ടെമ്പിളിൻ്റെ കല്ലുകൾ, അവശിഷ്ടങ്ങൾ, ആ ജീവിച്ചിരുന്ന കൈസർക്ക് അന്നേ പണി കഴിപ്പിച്ച ആ വെണ്ണക്കൽ പ്രതിമയുടെ ചിതറിക്കിടക്കുന്ന കൈകാലുകൾ, ഇതൊക്കെ മ്യൂസിയങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയും ഈ സ്ഥലത്ത് ചിതറിക്കിടക്കുകയും ചെയ്യുന്ന ശൂന്യാവശിഷ്ടങ്ങളിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ പാഠം പഠിച്ച് നമുക്ക് വസ്തുതകൾ എഴുതി തരും. പക്ഷെ അവിടെ നിന്ന് ഒരുവൻ മൊഴിഞ്ഞോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ആ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് ഭൂമിയുടെ എല്ലായിടത്തും ജീവനുള്ള കല്ലുകൾ കൊണ്ട് അവൻ നിർമ്മിച്ച ദൈവസഭ എന്ന സൗധം ആർക്കും തകർക്കാൻ കഴിയാത്ത അദൈയമായ ഒരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ചിലർ കൂടി ആ മഹാസൗധത്തിന്റെ ഭാഗമായി തീരത്തക്ക വിധത്തിൽ അവരെ ആഹ്വാനം ചെയ്യുക, ഞങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക്, ആ മാരിടത്തിലേക്ക്, ആ പാദപീഠത്തിലേക്ക്, ചുരുക്കത്തിൽ ദൈവപുത്രനെ ഉയർത്തി. ഇതെല്ലാം ഇങ്ങനെ യേശുവിൻ്റെ ഒരു പ്രശംസ കിട്ടിക്കഴിഞ്ഞാൽ പത്രോസിൻ്റെ സന്തോഷം എന്താ? പക്ഷേ അധികം താമസിക്കാതെ തൊട്ടടുത്ത പാരഗ്രാഫിൽ കയറുകയെ യേശു പത്രോസിനെ വിളിക്കുക സാത്താനെന്ന്. സെയിം ചാപ്റ്റർ. അധികം വാക്യം മുമ്പോട്ട് പോയില്ല. സാത്താനെ, എന്നെ വിട്ടു പോ. മണിക്കൂറുകൾക്കപ്പുറത്തെ വെളിപ്പാട് കിട്ടിയവൻ, ആലോചന കിട്ടിയവൻ, ദൈവശബ്ദം കിട്ടിയവൻ ദാ ഇവിടെ വന്നപ്പോൾ മറ്റൊരു കാര്യം പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന വാക്കും ആലോചനയും ദൂതുമൊക്കെ ഉണ്ട്. കർത്താവ് പാടുന്നുണ്ട് പറയുക, ദൈവത്തിൻ്റെ ക്രിസ്തു ഇതാ പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. അവൻ ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു. തിരുവെടുത്ത് പറയുമ്പോൾ അവൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. ഞാൻ നിങ്ങളെ വിട്ട് ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് വിളിച്ചുകൊണ്ട് പോയിരുന്നു. അവൻ്റെ ആ വെളി പുറത്തെ ഗുരുവിനോട് പറയാം, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനുണ്ട്. വിളിച്ചു മാറ്റിയിട്ട് ഗുരുവിനെ ശാസിച്ചെന്ന് ഇന്ന് പറഞ്ഞിരുന്നോട്ടെ, മേലാൽ ഇത് പറഞ്ഞേക്കരുതെന്ന്. വെളിയില്ലാതെ പോയി. കർത്താവ് വിട്ടുകൊടുത്തില്ല. സാത്താനെ, എന്നെ വിട്ടുപോ. എന്താ കാര്യം? അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജഡപ്രത്യക്ഷീകരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? ക്രൂശിക്കപ്പെടണം. അതിന് വന്ന അപ്പോഴേ ആളുകൾക്ക് ദൈവപുത്രത്വത്തെ, അതുമായി ബന്ധപ്പെട്ട രാജത്വത്തെ, രാജകീയതയെ ഒക്കെ ആദരവാ. പക്ഷേ മനുഷ്യനെന്ന നിലയിൽ ക്രിസ്തു കഷ്ടം സഹിക്കുന്ന അവസ്ഥാവിശേഷത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലല്ല മനുഷ്യൻ്റെ ഹൃദയം. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം യേശു വന്ന രാജാതിരാജാവിൻ്റെ രാജകീയ മഹത്വത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ സമർപ്പണത്തിൻ്റെ ആഴങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ശക്തി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറയാത്തതൊന്നും സുവിശേഷമായിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരേ സ്ഥലത്തിൽ നമുക്ക് വീണ്ടും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്താം. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നെ അതിലേക്കാണ് പോകുന്നത്. എന്നിട്ട് യേശു ഒന്നുകൂടെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. യേശുവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ പരാജയപ്പെട്ടു പോകുന്നത്. അതിലേക്ക് വന്ന് നമുക്ക് ചിന്തകൾ ക്രോഡീകരിക്കാം. ആദ്യം ഈ ക്രൂശ് മരണം എന്ന ശിക്ഷ ഒരു യഹൂദ ശിക്ഷ അല്ല.
പഴയ നിയമം മുഴുവൻ പഠിക്കുക, ക്രൂശുമരണം എന്നൊന്നില്ല. ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ തൽമൂദുകൾ കൂടി പരതിയാൽ 4 തരം ശിക്ഷാ നടപടികളുണ്ട്. ബിഹഡിങ് അഥവാ തലയെറുക്കൽ, സോഡിങ് എന്നും പറയാം. ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റം, അതിനെ പേർഷ്യൻ കാലത്താണ്. ഏറ്റവും പ്രധാനം ത്രോണിങ് അഥവാ കല്ലെറിഞ്ഞു കൊല്ലൽ. ഇനിയും ഒന്നുണ്ട്, സ്ട്രാംഗ്ലിങ് അഥവാ ഞെരുക്കിക്കൊല്ലുക. തടിക്കഷണങ്ങൾക്കിടയിലൊക്കെ വച്ച് തല ഞെരുക്കിക്കൊല്ലുന്ന രീതി അന്ന് നിലനിന്നിരുന്നു. ക്രൂസിഫിക്ഷൻ എന്നൊരു വേടുമില്ല, പഴയ നിയമത്തിൽ ആരെയും ക്രൂശിച്ചിട്ടുമില്ല. പഴയ നിയമത്തിലെ അവസാന കൃതിയും കഴിഞ്ഞൊരു 100 കൊല്ലം കഴിഞ്ഞ് ഫിനീഷ്യർ തുടങ്ങിയ ശിക്ഷയാണ് ക്രൂശുമരണം. ആ ക്രൂശുമരണം സത്യത്തിൽ ഒരു റോമൻ ശിക്ഷയായിട്ട് പിൽക്കാലത്ത് വന്നു. റോമക്കാരുടെ ശിക്ഷയാണ്. ഇന്ത്യയിൽ 1860 വരെ ഇന്ത്യക്കാരെ ശിക്ഷിക്കുന്നതിന് പല രീതിയായിരുന്നു. ഒരേ കുറ്റം 4 തരം ആളുകൾ ചെയ്താൽ 4 തരത്തിൽ ചാതുർവർണ്ണ്യത്തിൻ്റെ വ്യവസ്ഥിതി മനുഷ്യനെ കൊന്നിരുന്നു, ശിക്ഷിച്ചിരുന്നു. എല്ലാവർക്കും ഒന്നും ക്രൂശുമരണമില്ല. 1860 ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാകുന്നത്. മെക്കോളെ പ്രഭു ആണ് അതെഴുതി ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നീപ്പം, അതിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത BNS എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ റോമക്കാർക്കുണ്ടെന്ന നിയമമാണ് ക്രൂശുമരണം. ആരെയാ ക്രൂശിക്കുന്ന അറിയണ്ടേ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ 2 കള്ളന്മാരെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. വാസ്തവത്തിൽ ഈ കള്ളനെ ക്രൂശിക്കുന്ന പണി ഏർപ്പാടില്ല. കള്ളന് കൈവെട്ടിക്കളയുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷ. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ശിക്ഷയുടെ ഗൗരവം. അങ്ങനെയാണ് ശരി പരിഭാഷ. 2 ദുഷ്പ്രവൃത്തിക്കാരെ ക്രൂശിച്ചു എന്നാണ്. ദുഷ്പ്രവൃത്തിക്കാരെന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. ഇപ്പം കള്ളൻ എന്നതൊരു പരിഭാഷ പ്രശ്നമാണ്. ഇവർ ദുഷ്പ്രവൃത്തിക്കാരാണ് എന്നോർക്കണം. എന്താണ് ദുഷ്പ്രവൃത്തി? ആരാണവർ? അതൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇസ്രായേലിൽ സൈനിക പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരാളൊരു പൂർണ്ണ സൈനികനാകുമ്പോൾ ഒരു പ്ലഡ്ജ്, ഒരു ഓത്ത് എടുക്കാറുണ്ട്, ഒരു സത്യപ്രതിജ്ഞ. ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരും, മസദ. അത് നെതന്യാഹുവിൻ്റെ കാലം വരെ ആ മസദായിലെ യാത്ര തുടർന്നിരുന്നു. അദ്ദേഹം അത് റദ്ദ് ചെയ്തു. മസദായിൽ വന്ന് ഒരു മനോഹര പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ ഈ സൈനികരുടെ ഉള്ളിൽ അവർ രൂപപ്പെടുത്തി വിടുന്ന ഒരു ചിന്തയുടെ പേരാണ് മസദാ സിൻഡ്രോം. മക്കളവിടെ സംസാരിക്കാതിരിക്കണേ. ഞാൻ പറഞ്ഞ വല്ലതും തെറ്റുന്നുണ്ടോ? അതുകൊണ്ടാണോ? എന്നാൽ വേണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഇങ്ങനല്ലേ, നമുക്കത് പിന്നെ തിരുത്തിയാൽ മതി. എനിക്കൊന്നമാരെ ഞാൻ പറഞ്ഞപ്പോൾ എന്തോ തെറ്റ് വന്നു, അവർ തങ്ങളി പറയാം, സാരമില്ല, അങ്കിളിനോട് പറഞ്ഞാൽ മതി, ഏത് തെറ്റും തിരുത്തിയിട്ടേ പോളൂ. മസദാ സിൻഡ്രോം എന്നാണ് പറയുക. എന്താണെന്നറിയണ്ടേ? കനത്ത യുദ്ധം നേരിട്ടൊരു കാലത്ത് പണ്ട് ഒരുപറ്റം കുടുംബങ്ങൾ മസദ എന്ന മലമുകളിൽ ഒറ്റപ്പെട്ടു. ഒരു കോട്ടയുണ്ട്. ഇവരെ വളഞ്ഞ് റോമൻ സൈനികർ പിടിക്കാൻ വരുമ്പോൾ ഇവർ തങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഞങ്ങൾ പട്ടിണി കിടന്നൊന്നും മരിച്ചല്ല, ആഹാരമൊക്കെ ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു തീരുമാനമെടുത്തു. റോമക്കാർ നമ്മളെ കൊല്ലും, നമ്മുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകും, കുഞ്ഞുങ്ങളെ പിടിക്കും, അവരെ വഷളാക്കും. ഇത് വരാതിരിക്കാൻ ഒരു പണി, ഇത്രയും പേർക്ക് മരിക്കണം. ആദ്യം കൊച്ചു കുട്ടികളെ കൊന്നു. കാരണം മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊന്നാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല. രണ്ടാമത് സ്ത്രീകളെ കൊന്നു. മൂന്നാമത് പുരുഷന്മാരെ കൊന്നു. അവസാനം 2 പേരെ അവശേഷിച്ചു. അവർ 2 ആളുകളും വാൾ കൊണ്ട് ഒരേ സമയം തലവെട്ടി മരിച്ചു എന്നാണ് കഥ. എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു കൊച്ചുകുട്ടി ഗുഹയിൽ ഒളിച്ചിരുന്ന അവനിൽ നിന്ന് കേട്ടതാണ് കടന്നു വന്ന റോമക്കാർ കാണുന്നത്. ധാരാളം ഭൗതിക വസ്തുക്കളും ഭക്ഷണ പദാർത്ഥങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്നു. ആത്മാഭിമാനം നിമിത്തം അവർ തങ്ങളുടെ ശരീരത്തെ ശത്രുവിന് വിട്ടുകൊടുക്കാത്ത ആത്മാഹുതി. അതുകൊണ്ട് ശത്രുവിനെ നേരിടാൻ ഏതൊരു ഇസ്രായേല്യ പടയാളിയെയും ഇത്തരം കഥനകഥകൾ പറഞ്ഞ് ഉത്തേജിപ്പിച്ചിട്ട്
ഇവരുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പടയാളിയാകും. അതെന്നാഹു പറഞ്ഞാൽ അതൊന്നും ഇനിയും വേണ്ട. മസദ സിൻഡ്രോം ഇവിടെ വെച്ച് റദ്ദ് ചെയ്യുന്നു. പകരം നമുക്ക് വേണ്ടത് സാംസണിക് സിൻഡ്രോം. നമ്മുടെ പൂർവികനായ സാംസണെ, ശിംശോനെ പണ്ട് ശത്രുപക്ഷം പിടിച്ച് ബന്ദിയാക്കിയപ്പോൾ അവസാന ഘട്ടം അദ്ദേഹം ഒരു പണി ചെയ്തു. തന്നെ ബന്ദിയാക്കിയ ആ കെട്ടിടത്തിൻ്റെ 2 തൂണുകൾ വലിച്ചു പറിച്ച് തൻ്റെ ശക്തി കൊണ്ട് ഇടിച്ച് താഴെയിട്ടിട്ട് പറഞ്ഞു, അങ്ങനെ ഞാൻ തന്നെ ചാകുന്നില്ല, ഇവനെയും കൊണ്ടേ തീരുന്നു. അതാ ഇപ്പം നടക്കുന്ന യുദ്ധത്തിലെ അവരുടെ മനഃശാസ്ത്രം സാംസണിക് സിൻഡ്രോം ഇതാണ്. ഇതൊക്കെ എന്തിനാണ് ഇതോട് ബന്ധപ്പെട്ട് പറഞ്ഞെന്നറിയണ്ടേ? ഇതിനകത്ത് കടന്നുകൂടിയ ആ മനുഷ്യരൊക്കെ തന്നെ ആയോധന പരിശീലനമുള്ള, ആയുധ പരിശീലനമുള്ള തീവ്രവാദികളാണ്. ബൈബിളിൽ എരിവുകാർ എന്നൊരു ഗ്രൂപ്പ് കാണും. ഒരു സ്വതന്ത്ര യഹൂദ രാജ്യത്തിന് വേണ്ടി വാദിച്ച് ഗോമാറ ഗവർണറെ കൊല്ലുക, അല്ലെങ്കിൽ പീലാത്തോസിനെ തകർക്കുക, ഹെരോദാവിനെ കൊല്ലുക, റോമൻ സൈനികരെ ആക്രമിക്കുക, ഇതിന് ആയുധ പരിശീലനം നടത്തുന്ന ഒരു തീവ്രവാദി ഗ്രൂപ്പ് അവിടെ അന്ന് ധാരാളമുണ്ടായിരുന്നു. ഇവരെയാണ് വിളിച്ചത് ദുഷ്പ്രവൃത്തിക്കാർ. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും. രാഷ്ട്രീയത്ത് പരമകാരണം കൊന്നളയുക. യേശുവിനെ ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ എണ്ണി. കാര്യം മനസ്സിലായോ? ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ എണ്ണി ക്രൂശുമരം കൊടുക്കുമ്പോൾ ആ ക്രൂശിനെ നേരിടുവാൻ യേശു വിചാരണയ്ക്ക് വിധേയനായി ചെല്ലുക. യേശുവുമായി ബന്ധപ്പെട്ട് ആളുകൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തു ദൈവമെങ്കിൽ എന്തിന് ഗത്സമനയിൽ കരഞ്ഞു, ക്രൂശിൽ കരഞ്ഞു നിലവിളിച്ചു? ശരിയാണ്, ഗത്സമനയിൽ അവൻ കരഞ്ഞു, അവൻ പ്രാണവേദനയിലായി. പ്രാണവേദനയിൽ ഗത്സമന തോട്ടത്തിൽ മുഴങ്കാൽ മടക്കിയിരുന്ന് കരയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്മാർ അടിപതറിപ്പോയി. ആ പതറി നിൽക്കുന്ന ശിഷ്യന്മാരെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം, ഭയാനകമായ ഒരു പടയാളികളുടെ സാന്നിധ്യം ഗത്സമന മുഴുവൻ വളഞ്ഞു. അർദ്ധരാത്രിയിൽ കയ്യിൽ വെളിച്ചം കയ്യിലെന്തി, ആയുധം കയ്യിലെന്തി ഒരു മഹാസേന ഗത്സമന വളഞ്ഞു. ശിഷ്യന്മാർ പരിഭ്രാന്തരായി. സംഭ്രമജനകമായ ആ ഘട്ടത്തിൽ അവരോർത്തു, ഇതുവരെ ധൈര്യശാലിയായി കണ്ട ഞങ്ങളുടെ ഗുരു കരയുന്നു, ഞങ്ങളിതാ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഒരു സൈന്യം വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ ഒന്നടങ്കം ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ എണ്ണാൻ വരിക, പിടിക്കപ്പെടാൻ തുടങ്ങിയ ഈ ഘട്ടത്തിൽ ഗത്സമനയിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചവൻ്റെ മറ്റൊരു രൂപവും ഭാവവും നിങ്ങൾ കണ്ടോ? അർദ്ധരാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഗത്സമന വളഞ്ഞ പടയാളികളുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? മറുപടി, നസ്രയനായ യേശുവിനെ. അവരുടെ മുമ്പിൽ നിന്നിട്ട് അരിമനാഥൻ വിളിച്ചു പറയുക, അത് ഞാനാ. അല്പം മുമ്പ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച് തൻ്റെ മനോബലം നഷ്ടപ്പെട്ടുവെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയ സന്ദർഭത്തിലെ ഇവിടെ ഇതാ ദാവീദ് പുത്രൻ കരുത്തനായി വന്ന് ഒരു സൈന്യത്തെ കണ്ട് പതറാതെ നിന്ന പൈതൃക ബോധം എങ്ങനെ കിട്ടിയെന്ന് ഞാൻ അത്യാവശ്യം നിങ്ങളോട് പറയാ. മുത്തച്ഛനായ ദാവീദ് പറയാറില്ലേ, കാലത്തും മധ്യാഹ്നത്തും സന്ധ്യക്കേത് നേരത്തും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. കരയുന്ന ഒരു രാജാവിന് ഡിമാൻഡില്ലായിരിക്കുക. കരയുന്ന മനുഷ്യൻ പറയുക, പക്ഷെ ഞാൻ കരയുന്ന ശത്രുവിൻ്റെ മുമ്പിലല്ല, എൻ്റെ പ്രാർത്ഥന മുറിക്കുള്ളിൽ, ഗത്സമനയുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ കരഞ്ഞ ക്രിസ്തു ഇതുപോലെ പുറത്തു വന്നു. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കാലത്തും സന്ധ്യയ്ക്കും മധ്യാഹ്നത്തുമൊക്കെ കരയുന്ന ദാവീദ് വന്നിട്ട് നമ്മോട് പറയുക, പക്ഷേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ, എനിക്ക് യുദ്ധം നേരിട്ടാൽ, ഒരു ഗോലിയാത്ത് വെല്ലുവിളിച്ചാൽ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഞാൻ അവനെ നേരിടുകയല്ല, ആയുധധാരിയായി കരുത്തനായി ശത്രു പിന്തിരിഞ്ഞോടും വരെ എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കൊണ്ട് അവൻ പൂരിനൻ്റെ വിരലുകളെ, യുദ്ധത്തിന് എൻ്റെ കൈകളെ അഭ്യസിപ്പിക്കും എന്ന ബോധ്യത്തോടെ ഇതുപോലെ ദൈവപുത്രൻ വന്നിട്ട് ചോദിക്കുക, ആരെ തിരയുന്നു? നസ്രായനെ യേശുവിനെ. അത് ഞാനാ. ഈ കരുത്തിൻ്റെ പേരാ സുവിശേഷം, ഈ ധൈര്യത്തിൻ്റെ പേരാ സുവിശേഷം. ഹൃദയത്തിൽ എവിടെങ്കിലും സ്വരുക്കൂട്ടിയ ഭയം, രോഗത്തെക്കുറിച്ച്, ആകുലതകളെക്കുറിച്ച്, നാളെയെക്കുറിച്ച് മറ്റേതെങ്കിലും വിധത്തിൽ ഭയം കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ദൂരത്തും ചാരത്തുമിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, നസ്രായൻ ഈ ഗത്സമനയിൽ നമുക്ക് പകർന്നു തന്ന ആ ധൈര്യത്തിൻ്റെ ഒരളവ് കിട്ടിയാൽ ഈ രാത്രി നമ്മൾ ജയിക്കുക, പ്രയാസങ്ങളെ ജയിക്കുക, പ്രശ്നങ്ങളെ ജയിക്കുക, പരിമിതികളെ മറികടക്കുക. ഇതാ ജയവേരി മുഴക്കുന്ന ജയനായകൻ, രണധീരൻ നമുക്ക് മുന്നമേ കടന്നുപോയിരിക്കുന്നു. അവനെ നോക്കിയിട്ട് പറയാ, നിന്റെ ധൈര്യത്തിൻ്റെ ഒരളവ് ഈ ശിരാനരമ്പുകളിൽ
പടരട്ടെ. മരണം വന്നാലും പിന്തിരിഞ്ഞോടാത്ത ആ ധൈര്യത്തിൻ്റെ പേരാണ് സുവിശേഷം. ആ ധൈര്യം പ്രദാനം ചെയ്തവൻ്റെ പേരാ കർത്താവായ യേശു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലായി, കർത്താവ് അറസ്റ്റ് വരിച്ചു പോവാ. ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ, എന്നെ ബന്ധിച്ചാൽ മതി, ഞാനുണ്ടല്ലോ, ഇവരെയൊന്നും എടുക്കണ്ട, അവരെ വിട്ടേക്ക്. അങ്ങനെ വിട്ട കൂട്ടത്തിൽ രക്ഷപ്പെട്ട നമ്മളും. ഈ കയ്യിൽ വീഴേണ്ട ചങ്ങല അവൻ നേരിട്ട് ഏറ്റെടുത്തിട്ട് പറയുക, ഞാനിവിടെ ഉണ്ട്, പ്രായച്ചിത്തം വരുത്താൻ ഞാനിവിടെ ഉണ്ടെന്ന്. എന്നെ ബന്ധിക്കുക, ഇവരെ വിട്ടയക്കുക. ഈ സന്ദേശം ഉലകത്തോട് പറഞ്ഞവൻ്റെ ശബ്ദമാ സുവിശേഷം. അതിന്നും അതിൻ്റെ പ്രവൃത്തി ചെയ്യുക. ഇതാ ഞാൻ തന്നെ അങ്ങോട്ട് കൊടുക്കുക. മതകോടതിയുടെ വിചാരണ, ക്രൂശിക്കാൻ ഉത്തരവിടാൻ മതകോടതിക്ക് അധികാരമില്ല. പീലാത്തോസിൻ്റെ അടുത്തേക്ക് മാറ്റി. പീലാത്തോസ് ആകപ്പാടെ ഇതൊക്കെ നോക്കിയിട്ട് ഈ കേസ് ഇവിടെ നിൽക്കില്ല, ഹെരോദാവിൻ്റെ അടുത്ത്. ഹെരോദാവ് ആ കേസ് നോക്കി അത് താഴേക്ക്. പീലാത്തോസിന് മനസ്സിലായി, കണ്ടോ, ഇത്രയും നാൾ ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു, ഞങ്ങളിലാരാ വലിയവൻ, ഇന്നത് പരിഹരിക്കപ്പെട്ടു, ഞാനാന്ന് അവൻ അംഗീകരിച്ചല്ലോ. ഹെരോദാവിന് പണ്ടേ ഉണ്ടായിരുന്നു. ഹെരോദാവ് പറഞ്ഞു, കണ്ടോ, ഞാൻ ആ സുപ്രീം കോടതിയിൽ നിന്ന് അവൻ അംഗീകരിച്ചു, അതുകൊണ്ട് അത് ഇങ്ങോട്ട് വിട്ടല്ലോ. അപ്പം ചേട്ടൻ തന്നെ ചെയ്തു തോന്നി താഴോട്ട് വിട്ടു. അവർ തമ്മിൽ യോജിപ്പായി. താഴെ ചെന്നു. പീലാത്തോസ് ആദ്യം ചിന്തിച്ചത് യേശുവിനെ വെറുതെ വിടാനാണ്. അതിനിതൊക്കെ കുറ്റമൊന്നുമില്ല. കാരണം നിസാര കുറ്റം പറഞ്ഞ് കോടതി ചെന്നാൽ കോടതി ചെലവ് സഹിതം ഇതങ്ങ് തള്ളും. തൊട്ടടുത്ത തൃശ്ശൂരിലെ കോടതിയിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷ അങ്ങ് പീലാത്തോസിൻ്റെ കോടതിയിൽ നമ്മൾ കേട്ട ലാറ്റിൻ പദങ്ങളാ. അറിയോ? കോടതിയിലെ ഭാഷ ഇന്നും ലാറ്റിനാണ്. ഹേബിയസ് കോർപ്പസ് ലത്തീൻ പദ. ലോക്കസ്റ്റാൻഡി, കേസ് കൊടുത്ത ആളെ ലോക്കസ്റ്റാൻഡി, ക്ലൈൻറ്റ്, ഇതെല്ലാം അന്ന് ഉപയോഗിച്ച പദവാ തൊട്ടടുത്ത കോടതിയിൽ ഇപ്പോഴും പ്രയോഗിക്കുന്നത്. ലോകത്തെ സകല കോടതിയിലും ഈ പദങ്ങൾ കിടപ്പുണ്ട്. കോടതിയുടെ ഒരു അടിസ്ഥാന പ്രമാണമുണ്ട്, ഓഡി ആർട്ടം പാർട്ടം. യു ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ് എന്നാണ്, രണ്ട് വശവും കേൾക്കണമെന്ന്. അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതേ പദങ്ങളാണ് പീലാത്തോസ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഞാനവന് കുറ്റമൊന്നും കാണുന്നില്ല, കുറ്റം പറ. പോരത്തും പറയുക, സാറേ ഇവനീ കാണുന്നവല്ല, ഇവൻ പറയാ ഞങ്ങളുടെ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും, അതിനൊരു ഫൈനടിച്ചാൽ പോരെ, അതിന് ക്രൂശിക്കണോ? വേറൊരുത്തം പറയുക, സാറേ ഇവൻ നികുതി കൊടുക്കരുതെന്ന് പ്രസംഗിച്ചു എന്ന് പറയും, വക്കീൽ തടഞ്ഞു. പറയരുത്. ആഴ്ചകൾക്കപ്പുറത്ത് ആ പത്രോസിൻ്റെ ഇവൻ്റെയും കൂടെ നികുതി മത്സ്യത്തിൻ്റെ വായിലെ ചതുർദ്രഹ്മപ്പണം ചൂണ്ടയിട്ട് പിടിച്ച് കൊടുത്തത്, രസീത് കാണിച്ച കുടുങ്ങും, അത് വിട്. അവസാനം ഗൂഢാലോചനക്കൊടുവിൽ ഒരുത്തൻ പറഞ്ഞു, ഇവൻ രാജാവ് എന്ന് പറഞ്ഞു. അത് വേണേൽ ചാർജ് ചെയ്യാം. എങ്കിലും പീലാത്തോസ് പറഞ്ഞൊരു 40 അടി കൊടുത്ത് വിട്ടേക്ക്. 40 ചാട്ടയടി. 40 ചാട്ടയടി ചില്ലറയല്ല, വെറുതെ വന്ന് 40 അടി അടിച്ച് പോവല്ല. കൽത്തളത്തി മലർത്തിക്കിടത്തി ആദ്യത്തെ 10 അടി തലയിൽ നിന്ന്, തലയുടെ ഭാഗത്തുനിന്ന് താഴേക്ക് നെഞ്ചിലടിക്ക് ഒരുത്തൻ, 5 അടി ഒരുത്തൻ, കാൽക്കൽ നിന്ന് 5 അടി ഒരുത്തൻ ഇങ്ങോട്ട്, ഒരേ ദിശയില്ല. അവരുടെ പണി കഴിഞ്ഞു. കമഴ്ത്തിക്കിടത്തിയ അടുത്ത 5 അടി വീതം മറ്റ് 2 പേർ വന്നടിക്കും. അവരുടെ ജോലി കഴിഞ്ഞു. വീണ്ടും മലർത്തിക്കിടത്തി ക്രോസായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടടിക്കും. അടുത്ത 5 അടി ഒരുത്തൻ ഇങ്ങോട്ട്. പുറത്തും ഇത്രയും അടിക്കുമ്പോൾ ഈ വര വീണ പോലെ ശരീരമാസകലം പരമ്പ് മെനഞ്ഞ പോലെ ഇരിക്കുക ഡിസൈൻ. ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞ്, അവൻ്റെ പുറം ഉഴവ് ചാൽ പോലെ കീറി, തലയിലൊരു മുൾക്കിരീടം വച്ചു, ദേഹത്തൊരു അങ്കി ധരിപ്പിച്ചു. പീലാത്തോസ് പറഞ്ഞു, ഇനി നിങ്ങൾ ശാന്തമായല്ലോ, പോട്ടെ. പറ്റില്ല, ഇനി ക്രൂശിക്കാൻ പറഞ്ഞാൽ തന്നെ ഇതൊരു പൊതുമാപ്പ് കൊടുത്ത് എനിക്ക് വിടാം, കാരണം പെസയല്ലേ, ഞാനൊരു കുറ്റവാളിയെ വെറുതെ വിടും. അപ്പോൾ കുലയും കലഹവും കേതുവായി അകത്ത് കിടക്കുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരുണ്ട്, അവനെ പകരണ്ട. കൊടുക്കും. ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ്. പീലാത്തോസ് യേശുവിനെ നിർത്തിയിട്ട് ഈ ചോരയണിഞ്ഞ പാട്ടുകളോടെ മുൾക്കിരീടധാരിയായി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു ചോദ്യം. നിങ്ങൾ ഒരു പുതുസമഷ്ടം ഇട്ട് എന്നിട്ട് ഉടുപ്പ് വലിച്ചു കീറുക, തലയിൽ തല്ലുക, ചെവിക്കടിക്കുക, രോമം വലിച്ചു പറിക്കുക. വേദനയേക്കാൾ വലുതല്ലേ നിങ്ങളുടെ ആത്മാഭിമാനം ക്ഷതപ്പെടുന്നത്? സഹിക്കാൻ പറ്റുമത്? പറ്റില്ല.
നിങ്ങൾക്ക് തോന്നണ്ട? തലയിൽ മുൾക്കിരീടം വെച്ച് ആക്ഷേപത്തിന് വിധേയനായി എന്നെ കൊണ്ടവിടെ നിർത്തുമ്പോൾ അവൻ്റെ സമനിലയൊന്നും തെറ്റിപ്പോവില്ല. നിനക്കാൾ മാറിപ്പോയി. കളിക്കുന്ന ആരോടാണെന്ന് ഓർമ്മ വേണം. ആത്മസംയമനത്തിൻ്റെ പ്രതീകമായി ക്രിസ്തു നെഞ്ചി വിരിച്ചവിടെ നിൽക്കുമ്പോൾ പീലാത്തോസ് ഒരു ചോദ്യം: നീ വന്ധ്യനായവൻ്റെ പുത്രനോ? എന്തൊരു ആദരവാ വാക്കല്ലേ. അടുത്ത ചോദ്യമാണ്: നീ രാജാവ് തന്നെയോ? അല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളൊക്കെയാണ് അവിടെ വെച്ച് പറഞ്ഞാൽ, എൻ്റെ പൊന്നച്ചാ ഞാൻ രാജാവൊന്നും അല്ല. ഒരു പ്രസംഗത്തിൽ ഞാൻ അങ്ങനെയൊക്കെയായിട്ട് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സത്യമാണ്, അച്ഛൻ തന്നെയാണ് രാജാവ്. എന്തൊരു രാജകലയാ അച്ഛാ മുഖത്ത്. കുടുംബമായിട്ട് അച്ഛൻ രാജാവായിരുന്നോ പാരമ്പര്യമായിട്ട്? ഈ മുഖസ്തുതി കേട്ട അന്നേരെ പീലാത്തോസ് പറയും, നീ പൊക്കോ. എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ മുഖസ്തുതി പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളാണെന്ന്? നോ. പീലാത്തോസ് എന്ന റോമൻ പ്രൊക്യുറേറ്ററുടെ മുഖത്തേക്ക് നോക്കി യേശു പറയുക, ഞാൻ ആകുന്നു. ഈ ധൈര്യമാണ് യേശു. അങ്ങനെ അവിടുന്ന് പറഞ്ഞില്ലേ, ഞങ്ങളിന്ന് രാത്രി ഇവിടെ ഒത്തുകൂടില്ല. അവിടെ പോയി തലകുനിക്കാത്ത മഹത്വത്തിൻ്റെ പേരാ ക്രിസ്തു. അതുകൊണ്ട് തന്നെ അനുഗമിക്കുന്ന ആർക്കും ജീവിതത്തിൽ തലകുനിക്കേണ്ടി വരികയില്ല. ക്രൂശ് എടുക്കുന്നത് തലകുനിക്കാനല്ല, തല ഉയർത്താനാണ്. ഏത് സമൂഹത്തിലും കരം പിടിച്ചുയർത്തുന്ന അതുല്യ ശക്തിയാ ക്രൂശിന്. ഇനി രക്ഷയില്ല. ക്രൂശ് എടുത്തോ. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു പരിചയിച്ചൊരു രീതിയിലല്ല. ഈ ചതുരവടിവിൽ തടി ആശാരി കടഞ്ഞെടുത്ത് വൃത്തിയാക്കി തരുന്ന പതിവൊന്നുമില്ല. കുരിശിന് ഗ്രീക്കിൽ പറയുന്ന പേര് സ്റ്റൗറോസ്, ദണ്ഡന സ്തംഭം എന്നാണ്. രണ്ട് ഭാഗങ്ങൾ. വിലങ്ങൻ തടിക്കൊരു പേര് പറയും പാറ്റീബുലം. കുത്തനെ നിൽക്കുന്ന തടിക്കൊരു പേര് പറയും സിംപ്ലക്സ്. ഈ വിലങ്ങൻ തടി ചുമന്നാൽ മതി. ഉരുണ്ട് പരുക്കൻ തടിയത്. അത് തന്നെ ചുമക്കാൻ പ്രയാസമാണ്. അതിശയോക്തി കൂട്ടി നമ്മുടെ മശിയാ ചരിത്രത്തിലൊക്കെ വച്ചിരിക്കുന്നത്, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലൊക്കെ. മറ്റേ തടി ഓൾറെഡി ക്രൂശീകരണ സ്ഥലത്ത് എത്തിച്ചിരിക്കണം. രണ്ടും കൂടെ ഒരുത്തിന് പറ്റില്ല. ആണി കടിപ്പിച്ചോ പൊഴുതിട്ടോ കയറ്റിയ തടിയൊന്നും അല്ലിത്. ഈ കൈ കൂട്ടി ഈ തടിയിൽ കിട്ടും. എന്നിട്ട് ഈ രണ്ട് കയറുകൾ അഴിച്ച് അവിടെ ചെന്ന് എക്സാകൃതിയിൽ കെട്ടുമ്പോൾ കുരിശായി. ഇതെടുത്ത് തോളിലേക്ക് വെക്കും, കൈ കൂട്ടി കെട്ടും. നടന്നു പോകുക. പോയ വഴിക്ക് ഒന്ന് വേച്ച് വിറച്ചു വീണു, വീണ്ടും എഴുന്നേറ്റു. ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന് മനസ്സിലായി സമയത്തിന് ചെല്ലില്ല, ഇതൊന്നെടുക്കണം. നാട്ടിലൊരു അന്ധവിശ്വാസമുണ്ട്. ക്രൂശിക്കാൻ ഉത്തരവിട്ടാൽ പിന്നെ ആരും ക്രൂശിൽ തുടരുത്. തൊട്ടാൽ അവൻ്റെ കുടുംബം, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കുളം തോണ്ടും പിശാച്. ഇരുട്ട് വ്യാപിക്കും, വീട്ടിലും ഒരു ക്രൂശ് മരണം നടക്കും. ഇത് ശാപമരമാണെന്ന ധാരണ. ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, കൂട്ടുകാരെ ഇതൊന്നും എടുക്കാറില്ലും. 3 ഇരട്ടിക്കൂലി 4 ഇരട്ടിക്കൂലി. അയ്യോ സാറേ പറ്റില്ല. വയലിൽ നിന്ന് പണി കഴിഞ്ഞ് പോന്ന കുറേനക്കാരൻ ശിമോൻ അതുവഴി വന്നു. 3 സുവിശേഷങ്ങളിലും പറയുക, അവനെ വളരെ നിർബന്ധിച്ചു. നിർബന്ധിക്കുക കാരണം ഇവനെടുക്കേണ്ട കാര്യമില്ല, ഇവൻ വേറൊരാളുടെ അടിമയാണ്. അവൻ്റെ യജമാനം പറഞ്ഞ കേട്ടാൽ മതി. നിർബന്ധം കൂടിയപ്പോൾ ഈ മനുഷ്യൻ ചെന്ന് എടുക്കാൻ തീരുമാനിച്ചു. അവനോട് ആൾക്കാർ പറയുന്നുണ്ട്, സൂക്ഷിക്കണം, മക്കൾ 2 ഉണ്ട്, അലക്സാണ്ടറും രൂപോസും. പ്രശ്ന നീയേ മക്കളെ ഓർത്ത് ഇനി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ചെല്ല. അവനങ്ങോട്ട് ചെന്ന സാധാരണ ഇങ്ങനെ വിധി പുറപ്പെട്ടാൽ ഇത്തരം ക്രിമിനൽസ് ചീത്ത പറഞ്ഞു തുടങ്ങും. അതാ ചില കള്ളന്മാരെ കൊണ്ടുപോകുമ്പം ഇവർ പോലീസിനെ ആക്രമിക്കുന്നതും പത്രക്കാരോട് ശുഭിതരാകുന്നതും മൈക്ക് തട്ടി തെറിപ്പിക്കുന്നതൊക്കെ കണ്ടില്ലേ? ഒരു പ്രത്യേക മാനസിക നിലയാണ്. ഇവൻ ചെന്ന് ക്രൂശിൽ തൊടുമ്പോൾ ചീത്ത വിളിക്കുമെന്നും ആക്ഷേപിക്കുമെന്നും ഒക്കെ ഉള്ള ചിന്തയിൽ ചെല്ലുമ്പോൾ ഇവൻ്റെ പ്രതീക്ഷ പോലൊരാളല്ല അവിടെ നിൽക്കുന്നത്. മുൾക്കിരീടം തലയിലുണ്ടെങ്കിലും അങ്കി ധരിച്ചിട്ടുണ്ടെങ്കിലും പരിഹാസ ശരങ്ങളിറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും അന്തസ്സോടെ ആഭിജാത്യത്തോടെ കുലീനത്വത്തോടെ ദൈവത്തിൻ്റെ കുഞ്ഞാടായവൻ സൗമ്യതയുള്ളവനായി അവിടെ നിൽക്കുക. ഇത് കണ്ട സ്വർഗീയ ദൂതഗണങ്ങൾ പാടിയത്, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. ഈ കാഴ്ച നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് ആഘോഷമില്ല. സ്വർഗം ആഘോഷിച്ച രാത്രി അത്, പകലത്.
സ്വർഗം അത്ഭുതപ്പെട്ട രാത്രിയാ. ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ. കാരണം ആദമ്യ പാപത്തിൻ്റെ ചതിവ് മുഴുവൻ എന്നേക്കും പരിഹരിച്ച് മനുഷ്യരാശിയെ ശുദ്ധീകരിക്കാൻ തൻ്റെ രക്തം യാഗമായി അർപ്പിക്കാനുള്ള ദൈവകുഞ്ഞാടിൻ്റെ പടപ്പുറപ്പാടാ. മരണത്തിന് മരണം വിധിക്കുന്ന ദൈവപ്രവൃത്തിയുടെ വിജയത്തിൻ്റെ ആ യാത്രയാ. ആ ജയത്തിൻ്റെ യാത്രയാ അവിടെ സംഭവിക്കുന്നത്. തീർന്നില്ല. ഇവൻ ഈ ക്രൂശുമരം തോളിലേക്ക് വെച്ചു കൊടുത്തു. ശീലമില്ലാത്ത മരത്തടി പുറത്തു വന്നമർന്നു. പുറ ഉരഞ്ഞു. കഷ്ടപ്പെട്ടവൻ കുറേ നടന്നപ്പോൾ യേശു അടുത്ത് ചെന്നു. കൂട്ടുകാരാ, അതിവിടെ വെച്ചോ. ഞാനന്ന് പകല് സാറിൻ്റെ ചർച്ച ചോദിച്ചു, ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ട്, ദൈവം നമുക്ക് നന്ദി പറയാറുണ്ടോ? കർത്താവ് നന്ദി പറഞ്ഞൊരു അപൂർവ സമയമാണ് ഈ ക്രൂശ് ചുമന്നവൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് പറഞ്ഞാണ്, നന്ദി കുഞ്ഞെ. ആരായിരുന്നു ഇത് എടുക്കണ്ടേന്ന് അറിയണ്ടേ? ഇന്നലെ വരെ ഒപ്പം നിന്ന ആളുകളിൽ ഒരാൾ. ആട്ടെ, യായിറോസ് എവിടെ? ബെഥാന്യയിലെ ലാസർ എവിടെ? അവൻ സൗഖ്യം കൊടുത്ത 1000 മനുഷ്യരെവിടെ? അപ്പം കൊടുത്ത 5000 പുരുഷന്മാരെവിടെ? സൗഖ്യമാക്കപ്പെട്ട കാപർന്നഹൂമിലെ നിത്യരോഗികളെവിടെ? ചെവി കേൾക്കാത്തവന്, കാലില്ലാത്തവന്, കണ്ണില്ലാത്തവന് സൗഖ്യം കൊടുത്ത ആ ജനാവലി എവിടെ? കാര്യത്തോടടുത്തപ്പോൾ ഇവരാരുമില്ല. സൗഖ്യം കിട്ടിയവൻ്റെ സാക്ഷ്യവചനങ്ങളല്ല സുവിശേഷത്തിൻ്റെ ശക്തി. ക്രൂശെടുക്കാൻ ചുമൽ കൊടുത്തവൻ്റെ ആത്മസമർപ്പണമാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ആ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നിനക്ക് തന്ന രോഗസൗഖ്യം, നിനക്ക് തന്ന ആനന്ദം ഒക്കെ ദൈവത്തിൻ്റെ ദാനമാ. പക്ഷേ കൃത്യമായ സമർപ്പണത്തോടെ ക്രൂശെടുക്കാൻ സന്നദ്ധരാകണം. ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിർത്തുകയാണ്. 2-3 മിനിറ്റ് കൂടി. സഹചരേ, യേശു ആ വഴിക്ക് പോട്ടെ. അവൻ്റെ മക്കളിൽ നിന്ന് യേശു ക്രൂശെടുത്ത് തോളിൽ വെച്ച് യേശു യാത്ര തുടർന്നു. ഇവൻ വീട്ടിലും ചെന്നു. പുറന്നക്കാൻ വയ്യ. ഭാര്യ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യജമാനൻ തല്ലി ചാട്ടക്കടിച്ചു അല്ലേ? ഇല്ല. അലക്സാണ്ടറും രൂപോസും മക്കൾ ഓടി വന്നു, പപ്പയെ തല്ലി. പപ്പയ്ക്ക് ഭയങ്കര ക്ഷീണം. മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഭാര്യ അരികിൽ നിർത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, പപ്പയ്ക്ക് ക്ഷീണമുണ്ട്, പക്ഷേ വിവരിക്കാനാവാത്തൊരു ഉന്മേഷം ജീവിതത്തിലുണ്ടേ, വിശദീകരിക്കാനാവാത്ത ഒരാനന്ദം ജീവിതത്തിലുണ്ടേ. ജീവിതത്തിലെ സകല ആനന്ദവും ആ ക്രൂശ് ചുമന്ന ആനന്ദമാ. അപ്പം കടിച്ചവനേക്കാൾ, വെള്ളത്തിന് മീതെ നടക്കുമ്പോൾ ആർത്തു വിളിച്ചതിനേക്കാൾ, സൗഖ്യമായതിനേക്കാൾ സന്തോഷകരമായ ഉന്മേഷദായകമായ ഒരനുഭൂതിയുടെ വിവരിക്കാനാവാത്തൊരു സുഖം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയും വ്യാപരിക്കുന്നുണ്ട്. അത് കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ക്രൂശിനെ ചുമക്കാൻ, ഈ തോള് വിട്ടുകൊടുക്കാൻ ഈ രാത്രി ഞങ്ങൾ ബുദ്ധിപദേശം നൽകുന്നു. അതാ സുവിശേഷം. ഈ തോളങ്ങോട്ട് വിട്ടുകൊടുത്ത അപ്പന് കിട്ടിയ ഒരു സായുജ്യം, ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടല്ലാതെ ആരും ഇന്ന് രാത്രി യോഗം വിട്ട് കടന്നു പോകരുത്. ഈ ക്രൂശിനെ സ്നേഹിക്കുന്നത്, അതിനെ ഒന്ന് ചുമക്കുന്നതൊരു ഭാഗ്യം. എന്നിട്ട് പറയാ, അപ്പൻ്റെ തോളിലൊരു പാടുണ്ട്, ഒരു നീതിമാന്റെ കുരിശ്. അപ്പൻ ഏതാനും മിനിറ്റുകൾ തോളിൽ വെച്ചു. കനമേറിയ മരക്കുരിശ് കണ്ട് നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, ശാപം, ശാപം, ശാപം. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു, എപ്പോൾ അതെൻ്റെ കുറിച്ച് എൻ്റെ സുമരിൽ വന്നുവോ, എൻ്റെ ശാപം മാറുന്ന, എൻ്റെ ഉള്ളിലെ ആ വലിയ വേദനകൾ മാറുന്ന, ഭാരങ്ങളെ, വേദനകളെ ഒക്കെ തീർക്കുന്ന ഒരനുഭൂതി ലയത്തിലാണ് ഞാനിങ്ങനെ സഞ്ചരിക്കുന്നത്. വിവരിക്കാനാവാത്ത സന്തോഷം. ലോകം നോക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവൻ്റെ, ക്രൂശ് ചുമന്നവൻ്റെ തോളിലെ പാട് കണ്ട് പരിഹസിക്കുമ്പോഴും ഭക്തന് മാത്രം തിരിച്ചറിയാം, ആനന്ദകരമായ ഒരനുഭവത്തിലാണ് എൻ്റെ യാത്ര. വിവരിക്കാനാവാത്ത ഒരു സുഖത്തിലാണ് എൻ്റെ യാത്ര. ആ ക്രിസ്ത്യ ജീവിതത്തിന്റെ സുഖം നശിച്ച ഒരാളെങ്കിലും ഇന്ന് കേൾക്കുന്നെങ്കിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് കർത്താവ് കാണുന്നു. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യാൻ ഈ രാത്രി നമുക്ക് അടുത്തിയല്ല. ക്രൂശ് ചുമക്കുന്നതാണ് ആനന്ദം. എന്നിട്ട് ഭാര്യയും മക്കളും ചോദിച്ചു കാണും, ആരുടെ ക്രൂശ? കഥകളൊക്കെ കേട്ടപ്പോൾ ചൂട് പിടിക്കുന്ന മകൾ, കിഴികുത്തുന്ന ഭാര്യ ആ മുറിവിലേക്ക് തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു,
ഒരു നീതിമാൻ്റെ കുരിശല്ലേ. നമുക്കൊന്നും ഭവിക്കില്ല, നമുക്കൊന്നും ഭവിക്കില്ല, ഒരു ശാപവും വരില്ല. സകല ശാപത്തെയും തീർക്കാൻ ആ നീതിമാൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. സകല മനുഷ്യരും അന്ന് വേദനയുടെ ആധിക്യത്തിൽ കഴിയുമ്പോൾ ആ കുടുംബം മാത്രം അനുഭവിച്ചൊരു സുഖമുണ്ട്. ക്രിസ്തു ഉള്ളത്തിൽ വന്നവൻ്റെ സുഖത്തിന് ബദലായി ലോകത്തിൽ മറ്റൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് വെട്ടിയെടുത്ത പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നാം അനുഭവിക്കുന്ന സംതൃപ്തിയുടെ ആഴം എത്ര വലുത്. ഹല്ലേലൂയ. എന്നർത്ഥ കാലമേറെ കഴിഞ്ഞ് ഈ റൂഫോസിനെ പറ്റി ചരിത്രം പറയുന്നേ. ഇയാൾ അന്ന് ഏഷ്യ മൈനറിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചർച്ച ഉണ്ട്, അത് എഫെസോസാണ്. ആ എഫേസ്യ സഭയുടെ പരമാധ്യക്ഷനായി എന്നാണ്. അണ്ട പൗലോസ്ലീഹ ജയിലിൽ കിടന്ന് വിളിക്കുക, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറവീ. ആ റൂഫോസ്, താങ്കൾ പരമാധ്യക്ഷനായതെങ്ങനാ? ഏത് ബിരുദമെടുത്തേ? ഏത് കുലീന കുടുംബത്തിലാണ് ജനിച്ചേ? എവിടെയായിരുന്നു ഗവേഷണം? ആരെ ഓർഡൈൻ ചെയ്തേ? 100,000 ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈ മനുഷ്യൻ പറയും, ഇതൊന്നുമല്ല, ഞാനിവിടെ വരെ എത്തിയത് എങ്ങനെന്ന് പറയാം. കുടുംബം മുഴുവൻ നശിച്ച് തകർന്ന കുടുംബത്തൊരു ശാപം വരുമെന്ന് ലോകം ചാപ്പകുത്തിയ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കെന്ന് ഉലകത്തോട് പറയാനൊരു സാക്ഷ്യം, അതപ്പൻ ക്രൂശ് ചുമന്ന കഥയാ. പ്രിയരെ, അവൻ പറയാ, ഏതോ വയലിൽ ക്ഷയം പിടിച്ചു ചോര തുപ്പി അവിടെ ചത്ത് വീഴേണ്ട എനിക്ക് വിലയും നിലയും തന്നത് അപ്പൻ ചുമന്ന കുരിശ. അപ്പൻ ചുമന്ന കുരിശിൻ്റെ ആ മുറിപ്പാട്, അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയതെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുന്നവരെ, പൂർവികർ ചുമന്ന കുരിശിൻ്റെ പരിശുദ്ധി നമ്മെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠകരമായ വാഗ്ദത്തം ബാങ്ക് ബാലൻസ് അല്ല, ഡെപ്പോസിറ്റ് അല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ല, ക്രൂശ് ചുമക്കാനുള്ള ഒരു സന്നദ്ധത. ഒരുവൻ എന്നെ നിഗമിപ്പാനിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. ആർക്ക് മനസ്സുണ്ട് ക്രൂശ് എടുക്കാൻ? മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ക്രൂശ് എടുക്കാൻ മനസ്ഥിതിയുള്ള ചില വീരസമര സേനാനികളെ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന വചനം പോലെ ദൈവത്താൽ അയക്കപ്പെടാൻ, ദൈവത്തിന് ഇവിടെ നിൽക്കാൻ. ഇതൊരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ അല്ലേ? ഈ ഡിസ്ട്രിക്റ്റിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, അവരാണ് ഭൂരിപക്ഷം. ഒരാളെങ്കിലും നസ്രായൻ്റെ ഈ അനുഭവം കൂടാതെ പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും ക്ഷണിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പാദാന്തിക്ക് അടുത്ത് വരിക. ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ നിനക്ക് വിടുതലുണ്ട്, ആനന്ദമുണ്ട്, സംതൃപ്തിയുണ്ട്. ഒപ്പം ഈ കുരിശ് ചുമക്കാൻ സന്നദ്ധതയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കുരിശ് ചുമക്കണം, പ്രസംഗിക്കണം, പാടണം, ആയുസ്സിലിടത്തോളം യേശുവിനെ സാക്ഷിക്കണം, അവസാന നിമിഷത്തിലും യേശുവിനെ സാക്ഷിക്കണം. അങ്ങനെ സമർപ്പണം ചെയ്ത പ്രിയപ്പെട്ടവർക്ക് മാത്രം അന്തരാത്മാവ് അങ്ങനെ പ്രേരണ നൽകുന്നെങ്കിൽ, ആത്മാവ് നിങ്ങളെ അത്തരത്തിൽ ആഹ്വാനം ചെയ്യുന്നെങ്കിൽ, ഹൃദയാന്തർഭാഗത്തെ സമർപ്പണം ഒന്ന് ദൃഢപ്പെടുത്തി മടങ്ങാം. തമ്പുരാൻ കൃപ നൽകട്ടെ.